പുലർച്ചെ 5 മണിക്ക് മഞ്ചേരി ഫയർ സ്റ്റേഷനിൽ നിന്നാണ് കോൾ വന്നത്. എവിടെ മാന്തി കഴിഞ്ഞാലും ഒരു ബോഡി കിട്ടുന്ന മൊത്തം പോയിട്ട് ഒരാളൊക്കെ ബാക്കിയായതൊക്കെ ഉണ്ട്. ഉപ്പാനും ഉമ്മാനും നോക്കണം, നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ രക്ഷപ്പെട്ടോളി എന്ന് പറഞ്ഞിട്ട് അവര് പോയത്. അങ്ങനെ നിങ്ങളൊന്നും തരണ്ട, ഞങ്ങൾക്ക് ഇത് കൊണ്ട് കൊടുക്കാനാണ്, ഞങ്ങൾക്ക് അവിടെ നിൽക്കണ്ട, ജസ്റ്റ് കൊടുത്തു പോന്നാൽ മതി എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവരൊക്കെ നമ്മളെന്തോ ഒരു കാട്ടിക്കൂട്ടലിനും വേണ്ടി വന്നതുപോലെ ആയിട്ടാണ് അവർക്ക് തോന്നുന്നത്. പ്രളയത്തിന്റെ സമയത്ത് എടവണ്ണപ്പാറ വായക്കാട് മേഖലയിൽ റെസ്ക്യൂ ചെയ്യുന്ന സമയത്താണ് പോലീസിന് ഇൻഫോം ചെയ്തിട്ട് ഇതറിയുന്നത്. അന്നേരം ഞങ്ങൾ വിളിച്ചതാ. വയനാട്ടിൽ ഈ ദുരന്തം നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ വെള്ളമായിരുന്നു. അങ്ങനെ ആള് കയറ്റിട്ട് വെള്ളത്തിൽ നിന്ന് അക്കരെ കടത്താൻ വണ്ടി ഉപയോഗിച്ചപ്പോൾ പിടിച്ചിരുന്നു. 10-50 ആൾക്കാരെ രക്ഷപ്പെടുത്തില്ല. അവിടുന്ന് ആൾക്കാർ പറഞ്ഞേക്കണ് ഇവിടെ ഇങ്ങനെ പോണ്ടെന്ന് പറഞ്ഞു. അത് കരച്ചിലും കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. ഞാൻ അങ്ങനെ പോവാതെ നിൽക്കാന്ന് വെച്ചാൽ വണ്ടി എടുത്തോട്ട് പോയാണ്. പക്ഷെ എന്തൊക്കെയുണ്ടെങ്കിലും ഇനിയും ഒരു അപകടം ഉണ്ടായാൽ ഞങ്ങൾ എല്ലാവരും ഓടിയെത്തും. ഞങ്ങള് കാലം കഴിയുമ്പോൾ ഞങ്ങള് എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതേപോലത്തെ ഒരു ഗവൺമെന്റ് സംവിധാനത്തിൽ ഇത്രയും സൗകര്യമുള്ള വാഹനങ്ങൾ കുറവാണ്. ഇതിപ്പോ ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് അന്നേരം പോയിട്ട് ഇതുപോലത്തെ ടയറും സാധനം വാങ്ങി ഫിറ്റ് ചെയ്തിട്ട് പോകാൻ നടക്കൂല. ഗവൺമെന്റ് വണ്ടികൾക്ക് കുറെ ഫോറസ്റ്റ് വണ്ടികൾക്കൊക്കെ ഫോർ വീൽ ഉണ്ട്. പക്ഷെ വണ്ടി അങ്ങോട്ട് കയറി പോകാൻ കഴിയില്ല. ആരുടെ കയ്യിൽ നിന്നും ഒരു പൈസയും വാങ്ങാതെ ആരും വാങ്ങിയിട്ടില്ല. ഒരു സംഘടനയുടെ കീഴിൽ പൈസ വാങ്ങിയില്ല, അല്ലാതെ വാങ്ങിയിട്ടില്ല. ഒക്കെ അവനവന്റെ സ്വന്തം കീഴിൽ. ഇപ്പൊ ടയർ, ചെറിയൊരു ലിഫ്റ്റിങ്, അതിന് വേണ്ട വിഞ്ചി, സ്നോർക്കൽ, ഇത്രയും സംഭവങ്ങളൊക്കെ ഒരു ബേസിക് ആയിട്ട് ഇങ്ങനത്തെ വാഹനങ്ങൾ നിർബന്ധമായിട്ടും വേണം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ MVDക്കോ പോലീസിനോ എതിരല്ല. ഇപ്പോഴും നമ്മൾ എതിരല്ല. ഈ നിയമം നമുക്ക് എതിരാണെങ്കിലും അത് നല്ല രീതിയിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ചെറിയ ഇളവുകൾ വരുത്തി കിട്ടണം എന്നുള്ളത് ഒരു അപേക്ഷയാണ് നമുക്കുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന്റെ കയ്യിലൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം വിളിച്ചാൽ നിങ്ങൾ ഓടിയെത്തും. നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ വാഹനങ്ങൾ ഉണ്ടെന്ന് അവർക്ക് അറിയാം. നമസ്കാരം, ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദൻ. വെൽക്കം ടു ജാങ്കോ സ്പേസ്. 2024 പകുതിയിൽ കേരള ജനതയെ കണ്ണീരിൽ മുക്കിയ, നിരവധി ആളുകളുടെ ജീവൻ കവർന്ന, വയനാട്ടിൽ നടന്ന, ചൂരൽപ്പാറയിൽ നടന്ന ആ വലിയ മഹാദുരന്തം. ആ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തിയ സൈന്യത്തിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെ ഇടയിലേക്ക് തങ്ങളുടെ ഓഫ് റോഡ് വാഹനങ്ങളുമായി ഓടിയെത്തിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ, ചുരുക്കി പറഞ്ഞാൽ വണ്ടി ഭ്രാന്തന്മാർ. മരണം മുന്നിൽ കണ്ടുകിടന്ന നിരവധി ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആ ചെറുപ്പക്കാരുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇവരാണ് നമ്മൾ പറഞ്ഞ ആ ചെറുപ്പക്കാർ. അപ്പൊ എന്തായാലും നമസ്കാരം. എന്തായാലും നമ്മളിപ്പോ 2 ക്ലബ്ബുകളാണ് അല്ലെ? ഒന്ന് കേൾട്ടൺ, ഒന്ന് ചെറുവാടി, അഡ്വഞ്ചർ ക്ലബ്ബ് ചെറുവാടി. ഓക്കെ, അപ്പൊ ഇവരാണ് ഈ ദുരന്തമുഖത്തേക്ക് ഇപ്പൊ ഓടിയെത്തിയ ആ ക്ലബ്ബുകളിൽ 2 പേര്. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം നമ്മുടെ ഈ അംഗങ്ങളെ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് പേരെന്താണ്? ഓക്കെ. സുൽത്താൻ അഡ്വഞ്ചർ ക്ലബ്ബ്, ഹബൂബ് അഡ്വഞ്ചർ ക്ലബ് ചെറുവാടി, ഷാക്കിർ അഡ്വഞ്ചർ, ഹിജാസ് അഡ്വഞ്ചർ ക്ലബ്ബ് ചെറുവാടി, സംസുദ്ദീൻ കേൾട്ടൺ ഓഫ് റോഡ് ക്ലബ്, ലബീബ് അഡ്വഞ്ചർ ക്ലബ്ബ് ചെറുവാടി, ഹസീബ് കേൾട്ടൺ ഓഫ് റോഡ് ക്ലബ്, റിയാസ് കേൾട്ടൺ ഓഫ് റോഡ് ക്ലബ്, അർഷക് അഡ്വഞ്ചർ ക്ലബ്ബ്, അമീർ ഷാൻ കേൾട്ടൺ ഓഫ് റോഡ് ക്ലബ്, റാഷിദ് കേൾട്ടൺ. ഓക്കെ, ഇതൊന്നല്ല, ഇനി ഒരുപാട് അംഗങ്ങളുണ്ട്. പക്ഷെ ഓരോരുത്തരും ഓരോ തിരക്കിലായി പോയി. അതുകൊണ്ട് എല്ലാവർക്കും കൂടെ എത്താൻ പറ്റിയിട്ടില്ല. അപ്പോ അന്ന് തുടങ്ങിയിട്ടുള്ള ഓട്ടമാണ് എല്ലാവരും കൂടിയിട്ട്. ഇപ്പോഴും ഇവര് എല്ലാവരും കൂടിയിട്ട് എനിക്കാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ മാത്രം സംസാരിക്കുന്നുള്ളൂ. ആ ദൗത്യത്തിൽ ഇപ്പോഴും പങ്കെടുത്തോണ്ടിരിക്കുകയാണ് എല്ലാവരും അല്ലേ? ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ആദ്യം ഇതിലേക്ക് എത്തിയത്? കേൾട്ടൺ ഓഫ് റോഡ് ക്ലബിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മള് ഫയർഫോഴ്സിൽ ചില ആളുകൾ അതിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സിവിൽ ഡിഫൻസ്, ആപദ മിത്രയിലൊക്കെ അതിന്റെ ഒരു ഭാഗമാണ് ഞാനും. അപ്പൊ എനിക്ക് അന്ന് പുലർച്ചെ 5 മണിക്ക് മഞ്ചേരി ഫയർ സ്റ്റേഷനിൽ നിന്നാണ് കോൾ വന്നത്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ ഓഫ് റോഡ് വാഹനങ്ങളെ
ചിലപ്പോൾ ആവശ്യം വരും. അങ്ങനെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് കോൾ വന്നത്. ശരി. അതല്ലാതെ നമ്മളെ കൂട്ടത്തിലുള്ള ഗ്രൂപ്പിൽ പല ആളുകളും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി അഡ്മിൻസിൽ സംസാരിച്ചിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്, ഇതിലേക്ക് പിന്നെ സ്വമേധയാ ഇറങ്ങാൻ താല്പര്യമുള്ള ആളുകൾ ഒന്ന് റെഡി ആവണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഒഫീഷ്യൽ ഗ്രൂപ്പിലേക്ക് ഇടുകയും അതിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള മെമ്പേഴ്സ് ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് ഏകദേശം 80ഓളം മെമ്പർമാർ റെഡി ആയിട്ട് നിന്നു. ശരി. അന്ന് തന്നെ. പിന്നെ അവരുടെ പിന്നെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ ഓൾറെഡി 4-wheel ഡ്രൈവ് വണ്ടികളുണ്ട്. അത്രയും അധികം വണ്ടികൾ അങ്ങോട്ട് ആവശ്യമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ റെഡി ആയിട്ട് നിന്നു. പിന്നെ കോളുകൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ഓക്കെ. ശരിക്കും ഈ ദുരന്ത മേഖലയിലേക്ക് നിങ്ങൾ ആദ്യം എത്തിയത് എത്ര മണിക്കാണ്? രാവിലെ? ഞങ്ങൾ അന്ന് രാവിലെ എത്തിയിട്ടില്ല, രാവിലെ ഞങ്ങൾ റെഡിയായി നിന്നു. രാവിലെ റെഡിയായി നിന്നതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ അവിടെ വണ്ടികൾ അധികം ഉണ്ട്, കൂടുതൽ ആളുകളെ പറ്റൂല, ചുരം ക്ലോസ് ചെയ്യലും അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങൾ ഇവിടെ റെഡിയായി നിന്നു. പിന്നെ കോള് വന്നത് ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് ഡോക്ടേഴ്സിനെ കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്, അതായത് ചെറുവാടി ക്ലബിന്റെ ഡോക്ടർമാർ, ചെറുവാടി ക്ലബ് എന്നുണ്ട്, കേൾട്ടൺ ഓഫ് റോഡ് ക്ലബ് എന്നുണ്ട്, അരീക്കോട് കേരള മോട്ടോർ സ്പോർട്സ് സൊസൈറ്റി പറഞ്ഞിട്ട് ഒരു സംഘടന ഉണ്ട്. ഈ 3 ഗ്രൂപ്പും പാടെ ഒരുമിച്ച് നിന്നിട്ടാണ് അന്ന് ഡോക്ടേഴ്സിനെ അങ്ങോട്ട് കൊണ്ടുപോയത്. ഫസ്റ്റ് ഞങ്ങൾ അങ്ങോട്ട് കയറി പോകുന്നത്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ കണ്ടതും കേട്ടതും ഒന്നുമല്ല, അതിന്റെ അപ്പുറമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നേരിൽ കണ്ട ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. അവിടുത്തെ അനുഭവങ്ങളൊന്നും വിവരിക്കാമോ? അവിടെ അനുഭവം എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ഒരിക്കലും ഒരാളെ മനസ്സിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള സംഗതികളാണ്. അപ്പൊ അവിടെ നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റൂല, അത് അത്രയും ഭയാനകമായിരുന്നു നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോൾ ഉള്ളത്. അതായത് എവിടെ മാന്തി കഴിഞ്ഞാലും ഒരു ബോഡി കിട്ടുന്ന ഒരു സിറ്റുവേഷനാണ് അന്ന് ഉണ്ടായിരുന്നത്. പിന്നെ 2-3 ദിവസമായപ്പോൾ ഇതിനൊക്കെ ഏകദേശം പിന്നെ അതിൽ മാറ്റം വന്നു. അതായത് 10 ബോഡി അങ്ങനെ ബോഡികൾ കുറഞ്ഞു വന്നു. പിന്നെ അപ്പോൾ നമ്മൾ 2ാമത്തെ ദിവസമായപ്പോഴത്തേക്കും തൊട്ട് ഒക്കെ അഴുകിയ ഒരവസ്ഥ ഉണ്ടായിരുന്നു, എല്ലാവരും എടുക്കുന്നതൊക്കെ. അപ്പം അങ്ങനെ ബോഡി പിന്നെ ആണാണോ പെണ്ണാണോ അറിയാതെ, അതായത് അങ്ങനത്തെ രീതിക്കൊക്കെ മാറിയിരുന്നു. ഒരു 3ാമത്തെ ദിവസം 4ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേന് മറ്റേ അങ്ങനത്തെ ഒരു കണ്ടീഷൻ. ഇപ്പൊ ഞങ്ങൾ വെച്ചാൽ ഇവിടുന്ന് പോവാ എന്ന് ഉദ്ദേശിച്ച് ഞങ്ങൾ ഫസ്റ്റ് ദിവസം ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി സെറ്റായി നിൽക്കുമ്പോൾ കരുവാരക്കുണ്ട് ഭാഗത്ത് ഉരുൾപൊട്ടാൻ ചാൻസ് ഉണ്ട് പറഞ്ഞിട്ട്, അതായത് അതിൽ പെട്ട ഒരു ഏരിയ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഏകദേശം ഒരു 5-8 വണ്ടി അങ്ങോട്ട് പോയി. പിന്നെ അവിടെ നാട്ടിലെ വണ്ടിയും കൂടിയിട്ട് ഞങ്ങൾ ഫുള്ള് ആൾക്കാരെ അവിടെ ക്യാമ്പിക്ക് മാറ്റി ഫസ്റ്റത്തെ ദിവസം. അത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോവാ. ഞങ്ങൾ പോകാൻ കാരണം എന്താ സംഭവിച്ചാൽ അവിടെ പുൽപ്പള്ളി ഓഫ് റോഡേഴ്സിന്റെ വണ്ടികൾ ഓടുന്നുണ്ട്. അപ്പൊ ഒരു നിലവിൽ അവിടെ ചെയ്തിട്ട് തീരാവുന്ന അത്ര അല്ല അവിടെ പണിയുള്ളത്. അപ്പോൾ അവിടെ മേപ്പാടി CI സാറ് നമ്മളോട് വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഒരു 10 വണ്ടി നാളത്തേക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് ഒരു 20 വണ്ടി കോണ്ടാക്ട് ചെയ്തു. നമ്മൾ ഇന്നെ നേരിട്ട് വിളിച്ചതാ. അപ്പോൾ ഒരു 20 വണ്ടിയുടെ മുകളിൽ പോകാൻ വേണ്ടി റെഡിയായി. അപ്പം 10 സാറ് പറഞ്ഞത്. അപ്പൊ നിലവിൽ നമുക്ക് 10 ആൾക്കാർ പോവാം. ഞങ്ങൾ അങ്ങനെ പോയിട്ട് അവിടെ പോയി. പിന്നെ ഫസ്റ്റത്തെ ദിവസം തന്നെ ഫസ്റ്റ് ഒരു എൻട്രൻസ് ഉണ്ട്, ഒരു ഗേറ്റ് ഞങ്ങൾ പോയിട്ടുണ്ടല്ലോ, ആ ഗേറ്റിന്റെ അവിടെ നിർത്തി, ഒക്കെ ലൈനിട്ട് നിർത്തി. അപ്പൊ അതിൽ നമ്മൾ ഇപ്പൊ ഇങ്ങനെ മിലിറ്ററിക്കാർക്ക് പോകാൻ എത്ര വണ്ടി വേണം, ഈ മറ്റേ 900 കണ്ടി നാട് മോൾക്ക് കയറിയിട്ട് അവിടെ ആൾക്കാർ ഉള്ളിൽ അകപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ വണ്ടികൾ വേണം. അപ്പൊ ആ വണ്ടികൾ ഞങ്ങൾ വിളിക്കുന്ന വണ്ടികൾ മാത്രം ഞങ്ങൾ പോയി, ബാക്കിയുള്ള വണ്ടികൾ അവിടെ നിർത്തും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിർത്തും. അങ്ങനെ ഓരോ നിർദ്ദേശം ഫസ്റ്റത്തെ ദിവസം ഇതായത്. പിന്നെ നമ്മൾ ആ ഫുഡ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രോണ് കാര്യങ്ങളൊക്കെ ആയിട്ട് 2ാമത്തെ ദിവസം മുതൽ പിന്നെ എല്ലാവർക്കും ഫുഡ് കൊടുക്കല്, ബാക്കിയുള്ള കാര്യങ്ങൾ, ഈ അവിടെ കുടുങ്ങി കിടക്കുന്ന വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വലിച്ചൊരു ഭാഗത്തേക്കാക്കി കൊടുക്കല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോഴേ ഇവരെ വണ്ടികളും ഇവരെ ആൾക്കാരൊക്കെ അവിടെ തന്നെ ഉണ്ട്. ചെറുവാടി ക്ലബിന്റെ ആൾക്കാരൊക്കെ നിലവിൽ അവിടെ തന്നെ ഉണ്ട്. അതിന്റെ ഓലും ഞങ്ങളെ മുന്നേറ്റ് ഓരോ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ വിളിച്ച സാറ് അവരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ ക്ലബ്ബിൽ നിന്നും കുറച്ച് വണ്ടികൾ എടുക്കാന്നുള്ള ഒരു ഉദ്ദേശമാവും മെയിനായിട്ട്. അങ്ങനെ എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതേപോലെ ഞങ്ങൾ ഓഫ് റോഡേഴ്സ് ആണ്, യുണൈറ്റഡ് കേരള ഓഫ് റോഡേഴ്സ് ആണ്. ഞങ്ങൾ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളെ സഹായം വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി, അത് പെർമിഷൻ ഇല്ലാതെ അങ്ങോട്ട് വണ്ടി കയറ്റി വിടില്ല. അതുകൊണ്ടാണ് അവർ ആവശ്യം ഉണ്ടെങ്കിൽ വരാമെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സന്നദ്ധരായിരുന്നു. എല്ലാവരും അതിനു വേണ്ടിയിട്ട് ആരുടെ കയ്യിൽ നിന്നും ഒരു പൈസയും വാങ്ങാതെ, ആരും വാങ്ങിയിട്ടില്ല, ഒരു സംഘടനയുടെ കീഴിൽ പൈസ വാങ്ങിയില്ല, അല്ലാതെ വാങ്ങിയിട്ടില്ല, ഒക്കെ അവനാന്റെ സ്വന്തം കീസിൽ നിന്ന് ഒക്കെ നമ്മളെ പൈസ അന്ന് മുതൽ എല്ലാവരും ഓരോ ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. തൽക്കാലം ഇത് കഴിഞ്ഞിട്ട് ജോലി മതി, അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ എല്ലാവരും ഇറങ്ങി തിരിച്ചു പോയതാണ്. ഇപ്പൊ എല്ലാം ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ടാണ് എല്ലാവരും അവനാന്റെ ആ ജോലിയിൽ ശ്രദ്ധിക്കൽ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഇന്ന് ഇത്ര വണ്ടി ഇല്ലാത്തത്. ഏകദേശം ഇന്നലെ ഞങ്ങൾക്കൊരു 2 ചാനലിന്റെ ഒരു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഏകദേശം 100ന്റെ അടുത്ത് ആളുകളും ഒരു 60 വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് അവർക്കൊക്കെ ജോലിയുടെ ഭാഗമായിട്ട് ബിസി ആയതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങൾ കുറച്ച് ആൾക്കാർ വന്നിട്ട്
ശരി അങ്ങനെയാണ് മനസ്സിലായി മനസ്സിലായി. അങ്ങനെ. ഇതിപ്പോ ആദ്യത്തെ പ്രാവശ്യമല്ല ഇതേപോലത്തെ ഒരു ദുരന്തം ഫേസ് ചെയ്യുന്നത്. അല്ലല്ല, ഇവിടെ ഉണ്ടായിരുന്ന ഈ പ്രാദേശികമായിട്ടും ഇവൻ നമ്മുടെ എയർപോർട്ടിൽ ഉണ്ടായിരുന്ന ഇപ്പൊ ഒരു ഫ്ലൈറ്റ് ക്രാഷ് ഉണ്ടായിരുന്നത് അത് ഇന്നലെയാണ് ആ ദിവസം. ഇന്നലെയാണ് അതിന്റെ നാലാമത്തെ ആണ്ടാണ് ഇന്നലെ. നാലാമത്തെ ഉണ്ടായിരുന്നത് നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിൽ ആ ഫ്ലൈറ്റ്. അപ്പൊ അന്നും നമ്മളെല്ലാരും അതേ സമയത്തും ഞങ്ങള് ഓൾറെഡി പ്രളയത്തിന്റെ സമയത്ത് പിന്നെ എടവണ്ണപ്പാറ വായക്കാട് മേഖലയിൽ റെസ്ക്യൂ ചെയ്യുന്ന സമയത്താണ് പോലീസിന് ഇൻഫോം ചെയ്തിട്ട് ഇതറിയുന്നത്. അന്നേരം ഞങ്ങൾ വിളിച്ചതാ. അവിടെയുള്ള കോർഡിനേറ്റർ പറഞ്ഞ് ഇവരെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടുത്തെ റെസ്ക്യൂവിന് ബുദ്ധിമുട്ടാവും, അവിടെ പോകുന്ന ആളുകൾ ക്വാറന്റൈനിൽ നിൽക്കേണ്ടിയിരുന്നു പറഞ്ഞിട്ടാണ്. പിന്നെ അവിടെ ഓൾറെഡി ആളുണ്ട്, അങ്ങനെ ആളില്ലാത്തൊരു ഘട്ടം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിളിക്കണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അന്നേരം അവിടുന്ന് പോകുന്നത്. ആ സമയത്ത് ഞങ്ങൾ ഓൾറെഡി ഉണ്ട്. പിന്നെ ഇവർ ചെറുവാടി ക്ലബിന്റെ ആളുകളാണ്, ഇതിന്റെ കാര്യപ്പെട്ട ആളുകളും എല്ലാവരും എത്തിയില്ല. ഇപ്പൊ നമ്മളെ ഭാഗത്തു നിന്നാണെങ്കിലും അന്ന് ഇന്ന് ഈ മേഖലയിൽ വയനാടാണെങ്കിലും കരുവാരക്കുണ്ടാണെങ്കിലും നിലമ്പൂരാണെങ്കിലും ഒക്കെ പ്രവർത്തിച്ച ആൾക്കാരും ഉണ്ട്. പിന്നെ അതിൽ പ്രവർത്തിച്ച ആൾക്കാർ വരാനും ഉണ്ട്. എല്ലാവർക്കും ഒന്നും വരാൻ പറ്റാത്ത, നേരത്തെ റിയാസ് പറഞ്ഞ പോലെ ഒഴിവില്ലാത്തതിന്റെ ഇതിലാണ് ഞങ്ങൾ ഇത്രയും പേര് എത്തിപ്പെട്ടത്. പല മേഖലയിൽ പ്രവർത്തിച്ചതാണ്. ഇപ്പൊ ബെയിലി പാലം പിന്നെ നിർമ്മിക്കാൻ ക്ലബിൽ നിന്ന് 2 ആൾക്കാർ മിലിറ്ററിന്റെ കൂടെ ഉണ്ടായിന്, 3 പേരുണ്ടായിരുന്നു. അതുപോലെ തെരച്ചിൽ നടത്താൻ ഈ നിലമ്പൂര് മുണ്ടേരി ഭാഗങ്ങളിലൊക്കെ ഫയർഫോഴ്സിന്റെ കൂടെ തെരച്ചിൽ നടത്താനൊക്കെ പോയതാണ്. ഫോറസ്റ്റുകാരുടെ കൂടെ ഒക്കെ തെരച്ചിൽ നടത്താൻ പോയതാണ്. അതിനു വേണ്ടി വണ്ടികൾ ഫോറസ്റ്റിനകത്ത് വണ്ടി ഓടിക്കാൻ വേണ്ടി പോയതാണ്. അവരെ വണ്ടിയുണ്ട്. ബോട്ട് വെച്ചിട്ട് ഞങ്ങൾ തെരച്ചിൽ നടത്തിയിരുന്നു 4 ദിവസം മുമ്പ്. നമ്മള് അന്ന് ഫയർഫോഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കൂളിമാട് മുതൽ ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഞങ്ങൾ ബോട്ട് വെച്ചിട്ട് ക്ലബിന്റെ തന്നെ പോയിന്റ് തീരത്തുകൂടെ ഞങ്ങൾ ഒരു 4 കിലോമീറ്ററോളം ഞങ്ങൾ തെരച്ചിൽ നടത്തി. ഇപ്പൊ നമ്മള് പല ദുരന്തങ്ങളും ആക്സിഡന്റുകളും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഇങ്ങനെ ഇപ്പോ അദ്ദേഹം പറഞ്ഞ പോലെ ഫസ്റ്റ് ഡേ അവിടെ ചെല്ലുമ്പോൾ എവിടെ നോക്കിയാലും മൃതദേഹങ്ങൾ കിടക്കുന്ന ഒരു അവസ്ഥ. നിങ്ങൾ തന്നെ ഒരുപാട് ബോഡി റിക്കവർ ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഒരുപാട് പരിക്ക് പറ്റി വരെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞ നാട്ടുകാരുടെയും പോലീസിന്റെയും എല്ലാവരുടെയും സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അവര് നല്ല സപ്പോർട്ടായിരുന്നു. തീർച്ചയായും എല്ലാ ഇതിനും വേണ്ടിയിട്ട് നമ്മുടെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇതേപോലെ നിങ്ങൾ ഓഫ് റോഡ് വാഹനങ്ങളുമായിട്ട് ഇതേപോലത്തെ ക്ലബ്ബുകൾ അവിടെ ചെല്ലുമ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ഇതേപോലത്തെ സൗകര്യമുള്ള വാഹനങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ നിലവിൽ? അവിടെ ഇല്ല, തീരെ ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വളരെ കുറഞ്ഞ ഇതിലുള്ള വണ്ടികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കൂടുതലും ക്ലബിന്റെ കീഴിലുള്ള വണ്ടികളാണ് അവിടെ ഇതാക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള ക്ലബ്ബുകളുടെ വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ട് ഇറങ്ങേണ്ടി വന്നത്. അപ്പൊ ഇതേപോലത്തെ ഒരു ഗവൺമെന്റ് സംവിധാനത്തിൽ ഇത്രയും സൗകര്യമുള്ള വാഹനങ്ങൾ കുറവാണ്. ശരിക്കും ഇപ്പൊ ഈ വാഹനവുമായി ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഡേ CI വിളിച്ചപ്പോ അങ്ങോട്ടേക്ക് പോകുമ്പോ ആ പോകുന്ന വഴിയിൽ നിങ്ങൾ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി. കാരണം ഇതേപോലത്തെ എന്താ പറയാ ഇങ്ങനെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉള്ള വാഹനങ്ങൾ പൊതുവെ നമ്മുടെ നിയമപരമായി സംവിധാനം അനുവദിക്കുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് പോകുമ്പോഴും നിങ്ങളുടെ വാഹനം തടഞ്ഞു നിർത്തുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്? ഇല്ല, ചില വണ്ടികൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങളന്ന് ഈ പറഞ്ഞ CA വിളിച്ചതിന്റെ അടിസ്ഥാനത്തില് ഈ മേപ്പാടിന്ന് അതിന്റെ അകത്തേക്ക് പ്രവേശിച്ചപ്പോ പിന്നെ ഒരു സാറ് ഞങ്ങളെ കൈ പിന്നെ കാണിച്ചു നിർത്തി. നിങ്ങൾ ആരാണ്, എവിടുന്ന, എന്താന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനിനി ആ പിന്നെ ലൈനിലെ ഏറ്റവും ഫ്രണ്ടിലുണ്ടായിരുന്ന വണ്ടി എൻ്റെ ജിപ്സി ആയിരുന്നു. അപ്പൊ എന്നോട് സംസാരിച്ചു പറഞ്ഞ് ഞങ്ങളിങ്ങനെ വിളിച്ചിട്ട് CI സാറ് വിളിച്ചിട്ട് വന്നതാണ് പിന്നെ എന്നൊക്കെ പറഞ്ഞപ്പം പിന്നെ ഏതാ ടീം എന്താന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഓഫ് റോഡ് ക്ലബ്ബിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊന്നും ഇവിടെ വേണ്ട, ഞങ്ങൾ തിരിച്ചു വിട്ടോളി കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ പറഞ്ഞു സാറേ ഞങ്ങളൊന്ന് വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ വിളിച്ചിട്ട് ആണ് വന്നത്, അല്ലാതെ വന്നതല്ല എന്ന് പറഞ്ഞു. അപ്പൊ തൊട്ടടുത്ത് പിന്നെ ഓരോ ചെക്ക് പോയിന്റുകളുണ്ട്, പോലീസുകാരെ നിർത്തിയിട്ടുണ്ട്. ഈ വണ്ടികൾ അനാവശ്യമായിട്ട് പോകാതെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഓരോ പോയിന്റിൽ 100-200 മീറ്ററിൽ പോലീസുകാരെ നിർത്തിയിട്ടുണ്ട്. ആ പുള്ളിക്കാരൻ സാർ എന്ത് ചെയ്തു, അവരോട് സംസാരിച്ചിട്ട് ഏൽപ്പിച്ചു ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് വിട്ടാൽ മതി, ഇല്ലെങ്കിൽ തിരിച്ച് പോകാൻ പറഞ്ഞു. അതിൽ അങ്ങനെ റിയാസ് CI സാറ് വിളിച്ചു. CI സാറ് ഈ പോലീസുകാരോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങളകത്ത് പ്രവേശിപ്പിച്ചത്. അതായത് ഇവരൊക്കെ നമ്മളെന്തോ ഒരു കാട്ടിക്കൂട്ടലിനും വേണ്ടി വന്നതുപോലെയായിട്ടാണ് ഓർക്ക് തോന്നുന്നത്. പൊതുവെ നാട്ടിലാണെങ്കിലും പിന്നെ മറ്റുള്ളവർക്കൊക്കെ അങ്ങനെ തന്നെ തോന്നുക. നമ്മളെ പാഷനായിട്ട് മുന്നോട്ട് പോകണം. അതിന്റെ കൂടെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഈ 2 ക്ലബ്ബ് മാത്രമല്ല, ഒരുപാട് ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതാണ് പല മേഖലയിൽ പല സമയങ്ങളിൽ. പബ്ലിക് ഡിസ്റ്റർബൻസിനുമായിട്ടല്ല നമ്മള് ഷോ ഇടാറ്. നമ്മൾ പ്രത്യേക അനുവദിച്ച സ്ഥലത്ത് കാര്യങ്ങൾ പോയിട്ടാണ് നമ്മള് ഷോ കാര്യങ്ങളൊക്കെ നമ്മളേതായ രീതി നമ്മൾ ചെയ്യുന്നത്. പുറത്ത് നമ്മൾ പബ്ലിക്കിന് നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാറില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മള് പിന്നെ ഇപ്പൊ ഇത് ഈ പ്രളയം ഇത് പോട്ടെ, നമുക്ക് നാട്ടിലും ഒരുപാട് നമ്മൾ
വണ്ടിയിൽ ഇറക്കിയിട്ട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളെ ചെയ്തിട്ടുണ്ട്. ക്ലബുള്ള ഒരു വണ്ടി ആ. ഈ വയനാട്ടിൽ ഈ ദുരന്തം നടക്കുമ്പോ നമ്മളെ നാട്ടിൽ വെള്ളമായിരുന്നു. പോയ വെള്ളം കയറി. ആ ടൈമിന് മാവൂര് CA നമ്മളെ വണ്ടി പിടിച്ചിരുന്നു. അങ്ങനെ ആള് കയറ്റിട്ട് വെള്ളത്തിൽ നിന്ന് അക്കരെ കടത്താന് വണ്ടി ഉപയോഗിച്ചപ്പം CA പിടിച്ചിരുന്നു. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ വണ്ടി മനസ്സിലാക്കി കൊടുത്തു. പക്ഷെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് ഈ വാഹനം ഇതേപോലത്തെ വെള്ളത്തിലോ മലയിലോ എവിടെ വേണമെങ്കിലും ഓടിച്ച് കയറ്റാനോ അപകടം ഉണ്ടാവില്ല എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ട്. കാരണം അതിനുള്ള ഫീച്ചേഴ്സ് ആണ് ഇപ്പൊ ഈ വാഹനങ്ങളിലെല്ലാം അഡീഷണൽ ആയിട്ട് ചെയ്തേക്കുന്നത്. ഞങ്ങൾ കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ ഞങ്ങളെ വണ്ടിന്റെ പവറുകൾ അല്ലെങ്കിൽ ഞങ്ങൾ ഇത് ട്രെയിൻ ചെയ്ത് കൊടുക്കും. നമ്മളേതായിട്ട് അനുഭവിച്ചുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കും. പിന്നെ കോമ്പറ്റീഷൻ ഇറങ്ങുന്ന വാഹനങ്ങളുണ്ട്, ജീപ്പുകൾ, ജിപ്സികളൊക്കെ. അത് അതിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അത് ഇതുപോലെ റോട്ടിൽ ഉപയോഗിക്കില്ല. പിന്നെ ബേസിക് സാധനങ്ങളാണ് ഉള്ള വണ്ടികൾ. ഇപ്പൊ ടയർ, ചെറിയ ലിഫ്റ്റിങ്, അതിന് വേണ്ട വിഞ്ചി, സ്നോർക്കൽ, ഇത്രയും സംഭവങ്ങളൊക്കെ ഒരു ബേസിക് ആയിട്ട് ഇങ്ങനത്തെ വാഹനങ്ങൾ നിർബന്ധമായിട്ടും വേണം. ഇപ്പൊ അന്ന് വയനാട് ഉണ്ടായിട്ട് ഇഷ്ടം പോലെ ടാക്സി ഡ്രൈവർമാരുണ്ട്. അവരൊക്കെ ഫുൾ 24 മണിക്കൂറും ആ ദുരന്തം ഉണ്ടായ അന്ന് മുതൽ ഇന്ന് വരെ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവരെ വണ്ടി സ്റ്റോക്കിലാണ്. അവർ ടാക്സി ആയിട്ട് ഉപയോഗിക്കുന്നതല്ല. ടൂറിസ്റ്റുകൾ വരുമ്പോഴും അതല്ലാത്ത രീതിയിലൊക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്ന വണ്ടികളാണ്. അവർ ഈ മേഖലയിൽ ഇറങ്ങാനും പ്രവർത്തിക്കാനും റെഡിയാണ്. പക്ഷെ ചില ഏരിയകൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ടയറുകൾ, സ്നോർക്കല് കാര്യങ്ങളൊക്കെ വേണം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആഡംബരത്തിന് വേണ്ടിയോ ഒന്നിനു വേണ്ടിയോ അല്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇതേപോലത്തെ ഒരു അപകട മേഖലയിൽ ഇപ്പൊ എന്തായാലും ഗവൺമെന്റ് സംവിധാനത്തിന്റെ കയ്യിൽ ഇതേപോലത്തെ ഇത്രയും സൗകര്യങ്ങളുള്ള വാഹനങ്ങൾ കുറവാണ്. ഇപ്പൊ ഈ ഒരു ദുരന്തമുഖത്തേക്ക് എത്തിയപ്പോഴത്തേക്കും ഇവരുടെ വാഹനങ്ങൾ തന്നെയാണ് എല്ലാത്തിനും മുന്നിട്ട് നിന്നിരുന്നതും. ഈവൻ സൈന്യത്തിനെ വരെ അക്കരെ എത്തിക്കാനും അതേപോലെ തന്നെ പോലീസ് സംവിധാനങ്ങൾ അപ്പുറത്തേക്ക് എത്തിക്കാനും ഡോക്ടേഴ്സിന് എത്തിക്കാനും എല്ലാം ഇതേപോലത്തെ സൗകര്യങ്ങളുള്ള വാഹനങ്ങളാണ് വേണ്ടി വന്നത്. ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് സംവിധാനത്തിൽ ഇങ്ങനെയുള്ള വാഹനങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നല്ലേ ശരിക്കും? തീർച്ചയായും സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് വണ്ടി നമുക്കിപ്പോ ഷംസുഖ് തന്നെ പറഞ്ഞു അപ്പൊ അതിന്റെയൊക്കെ ഒരു കണ്ടീഷൻ എന്താണെന്നുള്ളത്. അപ്പൊ നമുക്ക് അധികം സ്പെക്സ് ഉള്ള വണ്ടി എന്തായാലും അത്യാവശ്യമാണ്. ശരി, നമ്മൾ റോട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല മെയിനായിട്ട്, ഇതുപോലെ ഉള്ള പ്രശ്നങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെ. അതുപോലെ പറഞ്ഞ പോലെ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന തന്നെ അതിൻ്റെതായ സ്ഥലത്ത്, റോട്ടിലോ കാര്യങ്ങളോ നമ്മൾ ഷോപ്പുകളൊന്നും കാണിക്കാറില്ല. നമ്മുടേതായ പ്രത്യേക സ്ഥലത്ത് മാത്രമേ ഞങ്ങൾ ഇതിന് ട്രെയിനിങ് ഒക്കെ ചെയ്യാറുള്ളൂ. ഓക്കെ, ഇപ്പൊ ഇതുപോലെ ഇപ്പൊ ഈ ദുരന്തമുഖത്തേക്ക് എത്തുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ഇതൊക്കെ നിങ്ങൾ തരണം ചെയ്യും. ഇതേപോലെ ഒരുപാട് ദുരന്തങ്ങൾ ഈ സമയത്ത് രക്ഷാപ്രവർത്തനത്തിലൊക്കെ നിങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളതാണ്. ഇതിന് ശേഷം കുറച്ച് നാൾ ഇതെല്ലാം ഒന്ന് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും വീണ്ടും വാഹനവുമായി നിങ്ങളൊരു അത്യാവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്? സിറ്റുവേഷൻ എന്താ, ഇതുപോലെ തന്നെ MVD ഇറങ്ങും, നല്ല ഫൈനിട്ട് വരും. ഇതിനു മുമ്പ് ഓപ്പറേഷൻ താറ് ഉണ്ടായിരുന്നു. ആ താറും അവനക്കും അതിന്റെ ഒരു ആളാണ് കിട്ടിയാണ്. അത് വെച്ചൊക്കെയാണ് നമുക്ക് ഇതല്ലാതെ വേറെ ചെയ്യാൻ കഴിയില്ല. വണ്ടി ഇറങ്ങുന്ന സ്റ്റോക്ക് ടയർ വെച്ചിട്ട് നമുക്കൊരു പരിധി വരെ പോകാൻ കഴിയുള്ളൂ. അപ്പൊ ഗവൺമെന്റ് വണ്ടിക്കായാലും അവരെ സ്റ്റോക്കേ ഉണ്ടാവുള്ളൂ. അതിനാൽ അത് ഓടിച്ചുള്ളൊരു ശീലങ്ങൾ അവർക്ക് ഉണ്ടാവില്ല. നമ്മളൊക്കെ ട്രെയിനിങ് ഒക്കെ ചെയ്ത് വന്നുള്ള ആൾക്കാരാണ്. ഇത് എവിടെ എങ്ങനെ പോകണം, വെള്ളത്തിൽ കൂടി ഏത് ഗിയർ ഇട്ട് പോകണം, ഇതിന് ഗിയറും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് ചെയ്യേണ്ടതാണ്. ശരി, അപ്പൊ നമുക്ക് ഇതുപോലുള്ള ടീം ഉണ്ടെങ്കിൽ ഇനി മുമ്പോട്ടുള്ള ഇങ്ങനത്തെ എന്തെങ്കിലും വിഷയങ്ങൾ ഇറങ്ങാൻ കഴിയുള്ളൂ. ശരി, ഇനി ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും റൂട്ടിലല്ല മെയിനായിട്ട് ഓടിച്ച് കാണിക്കാനുള്ളത്. അത് ഇതുപോലുള്ള ഓഫ് റോഡാണ്. റൂട്ടിലുള്ള ആർക്കാർക്കൊന്നും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. പറഞ്ഞ ഷംസുഖ് പറഞ്ഞ പോലെ തന്നെ സ്പെക്ക് ചെയ്ത വണ്ടികൾ അത് ഷിഫ്റ്റ് ചെയ്യുന്നത് ഫ്ലാറ്റ് ബെഡ് പോലുള്ള വണ്ടിക്ക് ചെയ്യുന്നത്. നമ്മളെന്ന് വെച്ചാൽ ഇത് സ്റ്റോക്ക് ആണെന്ന് അതിൽ ചെറിയ ടയറിൽ ചെറിയൊരു മാറ്റങ്ങൾ അത് അത്യാവശ്യമാണ്. നമുക്ക് തന്നെ അറിയാൻ കഴിയും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കാണിച്ചു തരാനും കഴിയും. അതുകൊണ്ട് പിടുത്തം കാര്യങ്ങളൊക്കെ വരുന്നത് ടയറിൽ തന്നെ ചെറിയ മാറ്റങ്ങളുണ്ട്. പിന്നെ ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും റോട്ടുമിട്ട് ചെയ്യുമ്പോൾ അത് എല്ലാരും കൂടി അതാണ് വലിയൊരു വിഷയം. ഓഫ് റോഡ് വണ്ടികൾ എന്തായിട്ട് ആക്സിഡന്റ് ഒന്നും കാര്യങ്ങളൊന്നും നമ്മൾ കേട്ടില്ല. റോഡിൽ ഞാനിപ്പോ 12 വർഷമായിട്ട് ഈ വണ്ടി ഉപയോഗിക്കുന്നുണ്ട്. 12 വർഷമായിട്ട് ആ വണ്ടി ഉപയോഗിക്കുന്നത്. ഇന്ന് വരെ എനിക്ക് അതിനൊരു രൂപ പോലും എനിക്ക് ഫൈൻ കിട്ടിയില്ല. എന്തുകൊണ്ടാ വെച്ചാൽ റോഡിൽ നിന്ന് ആ വണ്ടി കാണാനുള്ള ഒരു ഇട ഇതുവരെ നമ്മൾ ഉണ്ടായിട്ടില്ല, വരുത്തില്ല. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഉപയോഗിക്കണമുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഞങ്ങൾ അത് എടുത്ത് ഉപയോഗിക്കും, ഇറങ്ങും. ഇപ്പൊ നമ്മൾ ഇന്നിപ്പോ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. അതിന് വലിയ ടയറാണ്, വുഡ് ഇല്ല, അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണുള്ളത്. ഇങ്ങനെ ഹാർഡായിട്ട് ചെയ്ത സാധനം. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ അതിലിപ്പോ നമ്മളൊരു യൂട്യൂബർ വണ്ടിൻ്റെ ഉള്ളിലൊരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കി അത് ചെയ്തല്ലോ. ആ ചെയ്ത കാരണത്താലാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ ഈ താറിന്റെ കാര്യമായിക്കോട്ടെ ഫൈൻ കിട്ടിയത്. അങ്ങനെ ചെറിയ കാര്യങ്ങൾ ഓരോ ആൾക്കാർ ഓരോ അപ്പോഴത്തെ എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഓൾക്ക് യൂട്യൂബിൽ വേണ്ട റീച്ചിന് വേണ്ടിയിട്ട്, ഇൻസ്റ്റയിൽ കിട്ടേണ്ട റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോഴത്തെ
തികച്ചും സാധാരണക്കാരാണ്. ഈ ഒരു വണ്ടികൾ കൊണ്ടെടുക്കുന്ന ആൾക്കാർ, ജീപ്പ് കൊണ്ടെടുക്കുന്ന ആൾക്കാർ സാധാരണക്കാരാണ്. ആരും വലിയ പൈസക്കാരായിട്ടാണ് വളരെ അപൂർവമായിട്ട് ആൾക്കാരുണ്ടാവും. ഒക്കെ അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ഓരോ പേഷൻ പ്രകാരം ഈ വണ്ടിയിൽ ഇത്രയും പൈസക്ക് ചിലവാക്കി കൊണ്ടെടുക്കുമ്പോൾ അതിന് ഇങ്ങനെ തൽക്കാലം സുഖം കണ്ടെത്തുന്ന ആൾക്കാരെ ഒരു കാരണത്താലാണ് ബാക്കിയുള്ള ആൾക്കാരും ഇവിടെ ഫൈൻ എടുക്കാനും എല്ലാവരും കുറ്റക്കാരാകാനുള്ള കാരണം മെയിൻ ആയിട്ട് അതാണ്. ഫൈൻ എന്ന് പറഞ്ഞാൽ ഭീമമായ തുകയാണ് ഫൈനും കൂടി വരുന്നത്. ഓപ്ഷൻ വെക്കാം, എന്ത് മോഡിഫൈഡിന് ഒരു ടാക്സ് വെക്കാം. അതെ, എന്നിട്ട് അത് ലീഗലാക്കി ടാക്സ് അടച്ചിട്ട് തയ്യാറാണ്. അതെന്താ വെച്ചാൽ ഒരു ടാക്സ് വെച്ചിട്ട് സ്പെസിഫൈഡ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്, ലോക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ലീഗലി കൊണ്ടുണ്ട്, അതിനൊരു ടാക്സ് വെച്ചിട്ട് അത് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും അതിന് തയ്യാറാണ്. അത് ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ ഫൈനും കിട്ടിക്കോട്ടെ. അത് ദുരുപയോഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫൈൻ അടക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ശരി. ഇതിപ്പോ ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് അന്നേരം പോയിട്ട് ഇതുപോലത്തെ ടയറും സാധനം വാങ്ങി ഫിറ്റ് ചെയ്തിട്ട് പോകാൻ നടക്കൂല. അത് കഴിയൂല. ഇതൊന്നും ഫിറ്റ് സിമ്പിൾ ഇത് ഓൾറെഡി പറ്റിയത് അതാണ്. ഗവൺമെന്റ് വണ്ടികൾക്ക് കുറെ പിന്നെ ഫോറസ്റ്റ് വണ്ടികൾക്കൊക്കെ 4 വീൽ ഉണ്ട്, പക്ഷെ വണ്ടി അങ്ങോട്ട് കയറി പോകാൻ കഴിയൂല. മാത്രമല്ല അതിൻ്റെതായ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളും വേണം. ഇപ്പൊ ഒരു ചളിയിൽ ഏത് ഗിയർ ഇട്ട് എങ്ങനെ ഓടിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ വേണ്ട നമുക്ക്. ഇത് നമ്മൾ ഉണ്ടാകുന്നാല് നമ്മളിതിങ്ങനെ ട്രെയിൻ ചെയ്ത് ഇങ്ങനെ എടുക്കണതാണ്. നമ്മളിപ്പോൾ ഇട്ടും പിന്നെ വണ്ടിക്ക് കംപ്ലൈന്റ് വന്നിട്ടും അറിയുന്ന ആളുകളെ അടുത്തുനിന്ന് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് നമ്മളിത് പഠിക്കുന്നത്. ഇഷ്ടംപോലെ ആളുകളുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ MVDക്കോ പോലീസിനോ എതിരല്ല. ഇപ്പോഴും നമ്മൾ എതിരല്ല. ഈ നിയമം നമുക്ക് എതിരാണെങ്കിലും അത് നല്ല രീതിയിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ചെറിയ ഇളവുകൾ വരുത്തി കിട്ടണം എന്നുള്ളത് ഒരു അപേക്ഷയാണ് നമുക്കുള്ളത്. നമ്മള് സോഷ്യൽ മീഡിയയിൽ പിന്നെ വോയിസ് വീഡിയോകൾ ഇടുന്ന സമയത്ത് നമ്മളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും അവരെ ത്രെട്ടൻ ചെയ്യുന്ന രീതിയിലുള്ള പിന്നെ BGMO സാധനം ഇടുകയാണെങ്കിൽ നമ്മളത് കണ്ടാല് നമ്മളത് ഒഴിവാക്കലുണ്ട്, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കലുണ്ട്. നമ്മൾ റോട്ടിലോ അല്ലെങ്കിൽ ഇവർക്കെതിരോ അല്ല, നമ്മൾ നമ്മളേതായ രീതിയിലുള്ള കളികളും കാര്യങ്ങളുമാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ചില ആളുകളൊരു പിന്നെ ഇതെന്താ വെച്ചാല് ഇത് പണത്തിന്റെ ഹുങ്ക് അല്ലെങ്കിൽ പിന്നെ സാധാരണ പറയല് പിന്നെ ഭക്ഷണം കഴിച്ച് പല്ലിന്റെ ഇടയിലുള്ള ഇതെന്നൊക്കെ പറയലുണ്ട്. ഇതിൽ എത്രയോ ആളുകൾ സാധാരണക്കാരുണ്ട്, അന്നന്നത്തെ പൈസ കൂലി കൂട്ടി വെച്ച് ആഗ്രഹം പോലെ ആളുകളുണ്ട്. അപ്പൊ അത് അങ്ങനെയൊക്കെ കൂട്ടി വെച്ചിട്ടാണ് ഇതിന്റെ ഓരോ ടയർ വാങ്ങണതും പിന്നെ ഓരോ സാധനങ്ങൾ ചെയ്യണത്. പൈസ ഉള്ള ആളുകളുണ്ട്, ഇല്ലാത്ത ആളുകളുണ്ട്. ഇത് പല ആളുകളും മനസ്സിലാക്കണത് ഇത് ഒരുപാട് കായുള്ള ആളുകളുടെ ഒരു പിന്നെ ക്രൈസ് ആണെന്നുള്ളതാണ്. അങ്ങനെയല്ല ഇതിന്റെ യഥാർത്ഥം. ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഇപ്പോ ഗവൺമെന്റിന്റെ ഈ ഫയർഫോഴ്സിൽ ഈ സിവിൽ ഡിഫൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അതായത് നമ്മുടെ സാധാരണക്കാരായ ആളുകളിൽ നിന്ന് എടുത്തിട്ട് ട്രെയിൻ കൊടുത്തിട്ട്, കാരണം ഒരു വലിയൊരു അപകടം ഉണ്ടാകുമ്പോൾ വേണ്ടത്ര ഫോഴ്സ് ഇല്ലെങ്കിൽ അവരെ ഇവിടെ നമ്മൾ ഒരുപാട് ആളുകൾ അതേപോലെ എല്ലാ സംഘം ട്രെയിൻ ചെയ്ത് അതിന്റെ ഇതിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ അതേപോലെ തന്നെ ഇതേപോലെ ദുരന്ത മുഖത്തേക്ക് വാഹനങ്ങൾ എത്തിക്കാൻ വേണ്ടി കുറച്ച് വാഹനങ്ങളും ഇതേപോലെ മോഡിഫൈ ചെയ്ത വാഹനങ്ങൾ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം അങ്ങനെ ഒരു ടീമിനെ സെറ്റ് ചെയ്തെടുക്കണമെന്നാണ് ഒരു ജില്ലക്ക് ഇത്ര വണ്ടികള് അങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിന് ടാക്സ് അടയ്ക്കാനും നിങ്ങൾ ടാക്സ് അടയ്ക്കാനും തയ്യാറാണ്. നിലവില് ഈ സമയം വന്ന സമയത്ത് അതായത് ഞങ്ങളെ പരിധിയിലുള്ള ഫയർ സ്റ്റേഷനിൽ, അതായത് മലപ്പുറം ജില്ലയിലും അതുപോലെ മഞ്ചേരി സ്റ്റേഷനിലും ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കോള് എന്നാൽ മതി. എത്ര വണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. കാരണം ഈ പോകുന്ന ഏരിയകളിലൊക്കെ, പക്ഷേ ചില ഏരിയകൾക്ക് ഇപ്പോൾ ഈ നിലമ്പൂർ കാര്യമൊക്കെ കാട്ടിനകത്ത് പോകാൻ നമ്മൾ പോയിട്ടുണ്ട്. അവരെ വിളിച്ചാൽ പോകാൻ നമ്മൾ തയ്യാറാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ശരി. ആ നോട്ട് ചെയ്ത് വെച്ചതിന്റെ പേരിലാണ് ഇപ്പൊ ഈ ദുരന്തം ഉണ്ടായപ്പോ തന്നെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന്റെ കയ്യിലൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം വിളിച്ചാൽ നിങ്ങൾ ഓടിയെത്തും. നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ വാഹനങ്ങൾ ഉണ്ടെന്ന് അവർക്ക് അറിയാം. അപ്പൊ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിയമം ഒരു സൈഡിലൊക്കെ നിങ്ങൾക്ക് അനുകൂലമാണ്, പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ സമ്മതിക്കാത്തത് നമ്മൾ ഒരിക്കലും എങ്ങനെ സംഭവിച്ചാൽ ഈ ട്രാക്കിൽ ഓടുന്ന സ്പെക്കുള്ള വണ്ടികള് റോട്ടിൽ ഓടാൻ അനുവദിക്കണം നമ്മൾ എവിടെയും പറയൂല. കാരണം അത് കഴിയൂല. ആൾക്കാർ ഇപ്പോൾ ഒരു ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പൊ അതിൽ നെഗറ്റീവ് കമന്റ്സുകൾ വരും. അതായത് നമ്മൾ അങ്ങനത്തെ ഒരു കാര്യം എവിടെ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതായത് നമ്മൾ ട്രാക്കിലോടും എന്റെ വണ്ടി പറയുമ്പോൾ അത്യാവശ്യം സ്പെക്കുള്ള ഒരു വണ്ടിയാണ്, കണ്ടാൽ തന്നെ ഒരു വേറെ ടൈപ്പ് സാധനം. അങ്ങനത്തെ വണ്ടികൾ റോട്ടിൽ ഓടിക്കണം എന്ന് നമ്മൾ എവിടെയും ഇന്ന് വരെ ആരോടും ചോദിക്കാൻ പാടില്ല, അനുവദിക്കാൻ കഴിയൂല. നിയമം പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് മാറ്റി എഴുതാൻ പറ്റുന്ന സംഭവമല്ലല്ലോ. പക്ഷെ ഈ നമുക്ക് നിലവിൽ ഇൻസ്റ്റാഗ്രാമിലും അവിടുന്ന് വീഡിയോ ഇട്ട് കൊടുത്തിട്ട് ഒരു ഫൈൻ അടിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ. അത് ആരും റോട്ടിൽ ഓടിച്ചിട്ടല്ല, എപ്പോഴേലൊക്കെ അല്ലേ. ഇപ്പൊ നമ്മള് നിലവിൽ ഇപ്പോൾ ഉള്ള സംഭവം വെച്ചാൽ ഞങ്ങൾ റെസ്ക്യൂ ചെയ്ത വീഡിയോ
വെറുതെ അതിന് മുന്നേ ടൂറ് പോയപ്പോഴൊക്കെ വീഡിയോ എടുത്തിട്ട് ഇങ്ങോട്ട് കൂട്ടി പടച്ചു വിട്ടിട്ട് അതിന് പോലീസിനെ അല്ലെങ്കിൽ MVD-നെയൊക്കെ പ്രകോപനപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുപാട് കമന്റും അതേമാതിരി അങ്ങനത്തെ BGM അങ്ങനത്തെ വോയിസ് ഒക്കെ ഇട്ടിട്ട് അതിനൊന്നും ഞങ്ങൾ നിരപരാധികളാണ്. ഞങ്ങൾ അങ്ങനത്തെ ഒരു സംഗതി ഞങ്ങൾ ഇന്നുവരെ ചെയ്തില്ല. നമ്മൾ അറിവോടെ ചെയ്യുന്ന കാര്യമല്ല, ചെയ്തിട്ടില്ല, ചെയ്യൂല. ആരെങ്കിലും ഞങ്ങളെ ക്ലബിൽപ്പെട്ട ആൾ ചെയ്താല് നേരെ അവിടെ വിളിച്ചിട്ട് അത് റിമൂവ് ചെയ്യാൻ പറയാം. അപ്പൊ തന്നെ ചെയ്യാൻ പാടില്ല അത്. ഇപ്പൊ ഈ ഒരുപാട് ഇപ്പൊ പോലീസിനെയും MVD-നെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരുപാട് സ്റ്റാറ്റസ് വീഡിയോസ് വരുന്നുണ്ട്. അത് നിങ്ങളുടെ ഈ ക്ലബിൽപ്പെട്ട വാഹനങ്ങളൊക്കെ തന്നെ അതിൽ കാണുന്നുണ്ട്. ഇതൊന്നും നിങ്ങളല്ല, ഞങ്ങൾ പഠിച്ചു വിടുന്നതല്ല. ഇത് ഇഷ്ടപ്പെടുന്ന ആളുകളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഭാഗം ആളുകളാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതെ അതെ, ശരിക്കും അതൊക്കെ ചെറിയ പിള്ളേരാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ അവരിപ്പത്തെ ഒരു വികാരം കൂടിയാണ്. അതായത് നമ്മളെ പോലത്തെ ആളുകള് ഈ സമയത്തും ഇത്രയും ഫൈനും കാര്യങ്ങളും കിട്ടിയിട്ടും ഇറങ്ങിയല്ലോ, അപ്പൊ ഇവരെങ്ങനെ ബുദ്ധിമുട്ടാക്കരുന്നില്ല, അവരൊരു വികാരമാണ്. പക്ഷെ അവര് പുറത്ത് പിന്നെ സംസാരിക്കുന്ന വെല്ലുവിളിക്കുന്ന രീതിയായി മാറുകയാണ്. അതാകുമ്പോ ഒരു ബുദ്ധിമുട്ടാണ്. അവര് ശരിക്കും ഇതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് പറയണതാണ്. ഈ അങ്ങനെ കമന്റ് എടുത്ത ഒരു വിഭാഗം ആളുകളോട് അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാവാൻ ചിലപ്പോ അവർ പറയുന്നതെല്ലാം ഇപ്പം സാധാരണക്കാരന് ഒരാൾ ചിന്തിക്കുന്നത് കണ്ട അവസാനം ഇപ്പൊ അവര് വരേണ്ടി വന്നില്ലേ എന്ന് പറയുന്നത് അവര് ചിലപ്പോ അത് അവരുടേതായിട്ടുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഗവൺമെന്റിനെതിരായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട്, അങ്ങനെയുള്ള കുട്ടികളോട് അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരോട് എന്താ പറയാനുള്ളത്? അത്തരം രീതിയിൽ MVD അല്ലെങ്കിൽ നിയമത്തിനെ നമ്മൾ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇതാക്കാൻ പാടില്ല. നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മളും പറഞ്ഞില്ലേ, നമുക്കും ഇത് ആഗ്രഹമുണ്ട് ഈ ടയർ അതുപോലെ സ്നോർക്കൽ ഒക്കെ വെക്കാൻ. അതുപോലെ ലൈറ്റ് പോകലാകുമ്പോൾ 2 ഉണ്ടാവുന്നത് നല്ലതാ. ഈ ഹൈ റേഞ്ചിൽ പോകുന്ന KSRTC-ന്റെ സെൻട്രലും ഉണ്ടാവും ലൈറ്റ്. അതെന്തിനാ ആ സമയങ്ങളിൽ ഉപയോഗിക്കാനാ. ഇത് നമ്മൾ പകൽ സമയം ഇതൊരു അടപ്പ് വെച്ചിട്ട് പകൽ സമയങ്ങളിൽ ഉപയോഗിച്ചോട്ടെ. അത്തരം ഓപ്പൺ ആക്കിയാണ്ട് പകൽ കാണുകയാണെങ്കിൽ അതിനും ഫൈൻ ഇട്ടോട്ടെ, അതും ബുദ്ധിമുട്ടില്ല. ഈ ഉപയോഗിക്കേണ്ട സമയമാകുമ്പോൾ മാത്രം ഉപയോഗിച്ചാൽ മതി. അന്നേരം നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ അതിനൊക്കെയുള്ള ഇങ്ങനത്തെ ഒരു ബേസിക് സാധനങ്ങൾ നമുക്ക് കിട്ടിയാൽ മതി. നിയമങ്ങൾ ശാസ്ത്രീയപരമായിട്ട് കൊണ്ടുവരാം. അതായത് പിന്നെ ഈ ദുരന്തമുഖത്ത് ഞങ്ങള് ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇതിൽ മിലിറ്ററി, ഫയർഫോഴ്സ്, പോലീസ്, മറ്റു സന്നദ്ധ പിന്നെ രാഷ്ട്രീയ സംഘടനകള്, പിന്നെ നാട്ടുകാര്, JCB ഓപ്പറേറ്റർമാര്, മരം മുറിക്കാൻ അവിടുന്ന് ഇവിടുന്ന് വന്ന ആളുകള്, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് വന്ന ആളുകള്, അങ്ങോട്ട് ഫുഡ് മറ്റുള്ള സാധനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ടും വന്ന് ഇറക്കുന്ന ഒരു സ്റ്റേജ് അവിടെ എത്രയായിട്ടും വേണ്ട അധികമായിട്ടും വരുന്നു. വീടുകൾ കൊടുക്കുന്നു. ഒരുപാട് ആളുകളുണ്ട്. അതിൽ ചെറിയൊരു ഭാഗമാണ് നമ്മള്. ഈ ക്ലബിൽ ഈ മേഖലയിൽ പ്രവർത്തിച്ച ഈ ചെറുവാടി ക്ലബ്ബ്, അതുപോലെ ക്ലബ്ബ്, ഞങ്ങൾ ഈ മേഖലയിൽ ഈ പ്രദേശത്തിന്റെ അടുത്ത് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഇടവൈകാൻ കഴിഞ്ഞത്. അതല്ല പിന്നെ അതുപോലെ പുൽപ്പള്ളി ഓഫ് റോഡേഴ്സ്, പിന്നെ വയനാട് പിന്നെ മറ്റുള്ള ഓഫ് റോഡർമാർ ഒരുപാട് സാധനങ്ങളായിട്ട് അങ്ങോട്ട് കയറിയിട്ടുണ്ട്. നമ്മളെ നിരന്തരം വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഹെൽപ്പ് വേണോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡീസൽ എക്സ്പെൻസ് ഞങ്ങൾ ചെയ്തു തരണോ, പിന്നെ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വിളിച്ച് അന്വേഷിക്കണം. ഒരുപാട് ഓഫ് റോഡർമാർ നമ്മളൊക്കെ ഡയറക്റ്റ് വിളിച്ച ആൾക്കാരുണ്ട്. അവിടെ അത്രയും വണ്ടികൾ ആവശ്യമില്ലാത്തതുകൊണ്ടോ ആളും ഇല്ലാത്തതുകൊണ്ടാണ് അവരൊന്നും ഇതിലേക്ക് ഇറങ്ങാൻ. അവരൊക്കെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടായിനി നമുക്ക്. ശരി, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നിങ്ങളിപ്പോ അവിടെ സ്ഥിരം ഉണ്ടായിരുന്നോണ്ട് ചോദിക്കുകയാണ്, അവിടെ രക്ഷാപ്രവർത്തനത്തിന് എത്തിയിരുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം കിട്ടാതെയായി ഒരു സമയത്ത് അങ്ങനെ കഥകൾ വന്നിരുന്നു. അതെന്താണ് അതിനെ കുറിച്ച്? എന്ന് പറയുമ്പോൾ ആവശ്യത്തിലേറെ ഫുഡും കാര്യങ്ങളും ഉണ്ട്. അത് ചില ഏരിയകളിൽ ഫുഡ് എത്താത്തുണ്ട്. അതായത് അതിനൊരു അറുതിയാണ് നമ്മളെ വേലിപ്പാലം നിർബന്ധിച്ചിട്ട് പിറ്റേ ദിവസം ഞങ്ങളെ വണ്ടികൾ അക്കരെ കടന്നിട്ട് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇപ്പുറത്ത് ഫുഡ് വാങ്ങിയിട്ട്, അതായത് ഫുഡുള്ള ആൾക്കാരാണെങ്കിൽ പോലും അപ്പുറത്തേക്ക് കടത്തിവിടാത്തൊരു സംഭവമുണ്ട്. പിന്നെ മിലിറ്ററിക്കാർ എന്ന് പറയുമ്പോൾ അവരെ വിളിച്ച് തോണ്ടിയിട്ട് കൊടുത്താൽ മാത്രം കഴിക്കുള്ളൂ. ഒരാളെടുത്ത് വന്നിട്ട് ഒരു സാധനം വാങ്ങുള്ളൂ. അവർക്ക് അതിന് പെർമിഷൻ ഇല്ല, എന്താ അറിയില്ല. അത് ആരെ കയ്യിൽ നിന്ന് ഒരു ഫുഡ് ചോദിച്ചു വാങ്ങി കഴിക്കൂല മിലിറ്ററിക്കാർ. നമ്മൾ കൊണ്ടേ കൊടുത്താലുള്ളൂ. അപ്പോൾ അവർക്ക് ഫുഡൊന്നും എത്തിയില്ല. അപ്പൊ ഞങ്ങൾ 2ാമത്തെ ദിവസം ഈ പിറ്റേ ദിവസം ഞങ്ങൾ ആ പാലം കടന്നിട്ട് പാലം ഫിറ്റ് ചെയ്തതിന്റെ പിറ്റേ ദിവസം ഇടത്തെ ഭാഗത്തേക്ക് ആ സൈഡിലേക്ക് പോയപ്പോൾ അവിടേക്ക് കുടിവെള്ളം ഇടക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. വേറെ സാധനം എത്തിയില്ല പറഞ്ഞു. പക്ഷെ ഫുഡ് ഇഷ്ടം പോലെ പുറത്തുണ്ട്. എത്തിപ്പെടാൻ അതിന് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് അതാണ് എത്തിപ്പെടാതെ. അതുകൊണ്ട് അതാണ് നമുക്ക് മെയിൻ ആയിട്ട് അതിലൊരു പണിയായിട്ട് വന്നത്. അതായത് നമ്മള് മെയിൻ ആയിട്ട് അവസ്ഥ എന്ന് പറഞ്ഞതേ, ഈ ഫ്രീ ആയിട്ട് സന്നദ്ധ പ്രവർത്തകര് പിന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഫുഡ് കൊടുത്തിനി. അതല്ലാതെ പിന്നെ ക്യാമ്പിൽ നിന്നുള്ള ഫുഡ് ഉണ്ടായിനി, ഇഷ്ടംപോലെ ഫുഡ് ഉണ്ടായിനി. അപ്പൊ പിന്നെ ഗവൺമെന്റിന്റെ ഒരു ഓർഡർ അങ്ങാടേറ്റ് വന്ന് പിന്നെ ഈ സന്നദ്ധ സംഘടനകളുടെ ഫുഡ് 4ാമത്തെ ദിവസം ഫുഡ് വേണ്ട, അതല്ല ഒരു സംവിധാനം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത്. അത് കറക്റ്റ് കിട്ടിയില്ല എന്നുള്ളതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയ വഴി ന്യൂസ് വഴി കിട്ടുന്നത് അതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ ഒരു കോർഡിനേഷൻ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് എല്ലാ ഏരിയക്കും ഫുഡ് എത്തിക്കൂല. കാരണം ഇത് ദുർഘടമായ പല ഏരിയകളിൽ കിലോമീറ്ററുകൾ വ്യത്യാസത്തിലാണ് പല ആളുകളും നിൽക്കുന്നത്. പല
പ്രവർത്തകരും പിന്നെ റെസ്ക്യൂ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു 10 ഇറ്റാച്ചി ഈ മുകൾ ഭാഗത്ത് കുറച്ച് സെന്റർ നമ്മൾ ഈ പാലത്തിന്റെ നേരെ താഴെ ഭാഗത്ത്, പിന്നെ അവിടുന്ന് കുറെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ പോയ സൈഡൊക്കെ ആൾക്കാർ തെരഞ്ഞിരുന്നു. ഫയർഫോഴ്സിന്റെ ആൾക്കാർ, നമ്മൾ കേരള ഫയർഫോഴ്സ് ഉണ്ട്, തമിഴ്നാട് ഫയർഫോഴ്സ് ഉണ്ട്, അങ്ങനെ എല്ലാവരും അത്രയും ആത്മാർത്ഥമായിട്ടാണ് അവർ നോക്കിയത്. തൽക്കാലം റോഡ് വെട്ടിയിട്ട് പോയിക്ക് ഇറങ്ങിയിട്ട് പോയിന്റെ സൈഡിൽ, അതായത് തിരിവ് വരുന്ന സ്ഥലത്ത് വെള്ളം ഓവറായിട്ട് മുകളിൽ കയറിക്കാണ്ട് തൊടിയിലൂടെ പോയ ഭാഗങ്ങളൊക്കെ ഉണ്ട്. ആ ഭാഗങ്ങളൊക്കെ ഒരു അവിടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് ഫുഡ് എത്തിയിട്ടില്ല. ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാരുണ്ടോ, അപ്പോൾ അവിടേക്ക് ഇങ്ങനെ 2 വണ്ടിയും ഇത്ര ആൾക്കാർ 30 ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ 30 ആൾക്കാർക്കുള്ള ഫുഡ് വണ്ടിയിൽ കയറ്റിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ കൊണ്ടേ കൊടുക്കാൻ മറ്റേ ആൾക്കാർ എന്താ സംഭവിച്ചത്, ഇങ്ങനെ തിരിയുമ്പോൾ ഓളത്ത് ഒന്നും അതിന് മാത്രമുള്ള സ്പെക്കുള്ള വണ്ടികളുണ്ടാവില്ല. അപ്പോൾ ആ ചളി കൂടി ഇറങ്ങി പോകാൻ മടിച്ചിട്ട് നിന്ന കുറേ ആൾക്കാർക്കുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ട് ഫുഡ് കൊണ്ടു കൊടുക്കുക. അപ്പോൾ അങ്ങനെ എത്താത്ത ആൾക്കാർക്കാണ് ഈ സന്നദ്ധ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് ഫുഡ് കിട്ടിയില്ല പറയുന്നത്. ഫുഡ് നിലവിൽ ഫസ്റ്റത്തെ ദിവസം മുതൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പുറത്തുണ്ട്, പക്ഷെ ഉള്ളിൽ കയറ്റി വിടാത്തതുകൊണ്ട് ഏറ്റി കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. എല്ലാ ഫുഡിന്റെ ആൾക്കാരൊന്നും അന്ന് കടത്തി വിട്ടിട്ടില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതിന്റെ അകത്തേക്ക് ഈ പിന്നെ സംഘാടകർക്ക് കിട്ടിയില്ല. അത് ഈ പിന്നെ റെസ്ക്യൂ ചെയ്യുന്നവർക്ക് കിട്ടാത്തതിന്റെ മെയിൻ കാരണം കൂടുതൽ ആളുകളെ അങ്ങോട്ട് കടത്തി വിടാത്തതാണ്. നമ്മൾ ഈ വണ്ടികളായിട്ട് ഈ 10 വണ്ടികളായിട്ട് പാർക്ക് ചെയ്ത് നിൽക്കുന്നത് ഈ ബാരിക്കേഡിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇവരെ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ എത്രയോ വട്ടം ഈ സന്നദ്ധ പ്രവർത്തകർ പിന്നെ പോലീസുമാരോട് കയർത്ത് സംസാരിക്കുന്നത് നമ്മൾ കേട്ടണേ. നിങ്ങളൊന്നും തരണ്ട, ഞങ്ങൾക്ക് ഇത് കൊണ്ട് കൊടുക്കാനാണ്, ഞങ്ങൾക്ക് അവിടെ നിൽക്കേണ്ട, ജസ്റ്റ് കൊടുത്ത് പോന്നാൽ മതി എന്നുള്ളതൊക്കെ വരണുണ്ട്. ഈ അവർക്കും അവരുടേതായ കാര്യങ്ങളുണ്ടാവും. എന്തുകൊണ്ട് പിന്നെ അത്ര ഒരുപാട് അധികം ആളുകൾ അങ്ങോട്ട് പോയാലുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പൊ ഇപ്പൊ വാഹനങ്ങളിൽ നിങ്ങളിപ്പോ ഓരോ മുൻകരുതലുകൾ എല്ലാം എടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ പറയുന്ന യാതൊരു തരത്തിലുള്ള മുൻകരുതൽ ഇതേപോലെ തന്നെയാണ് നിങ്ങൾ വാഹനമായിട്ട് പോകുന്നത്. ഉരുൾ പൊട്ടിയത് ആദ്യം ഒരിക്കൽ പൊട്ടി, രണ്ടാമത് വീണ്ടും പൊട്ടിയിലാണ് ഒരുപാട് പേര് മരിക്കുന്നത്. അപ്പൊ ഈ ഇതെല്ലാം ഒരു മുൻകരുതലുകളും നിങ്ങളെടുക്കാതെ മറ്റുള്ളവരുടെ ജീവനോട് നിങ്ങൾ ഇറങ്ങി തിരിച്ചപ്പോ നിങ്ങൾക്കും ഒരുപാട് പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടാവില്ല. ഇതില് നിലവില് ഇപ്പൊ അങ്ങനെ നമ്മള് ഇപ്പൊ ഓന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നിലവില് ഇതിന്റെ ട്രെയിൻ കിട്ടിയ കുറെ ആൾക്കാരുണ്ട്. ഓരോ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അവിടുന്ന് നമ്മളോട് അവിടെയുള്ള ഫയർ റെസ്ക്യൂ ടീമിന്റെ ആൾക്കാർ നിർദ്ദേശിച്ച ആ ഒരു രീതിക്കല്ലാതെ പരിധി വിട്ടിട്ട് ആരും നമ്മൾ എടുത്തു ചാടിയൊന്നും ചെയ്തിട്ടില്ല. അവിടെ ഉള്ളത് ചെയ്തിട്ടില്ല. പിന്നെ അപ്പൊ അതില് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു ആള് മനു പുള്ളിക്ക് അവിടെ റിസോർട്ട് ഉണ്ടായിരുന്നു. ഈ മനു എന്ന് പറയുന്ന രക്ഷാപ്രവർത്തന, അതായത് ചെറുവാടി ക്ലബിലെ ഒരു മെമ്പറാണ് മനു എന്ന് പറഞ്ഞ ആള്. പുള്ളിക്ക് ആ സ്ഥലത്ത് ഒരു റിസോർട്ട് ഉണ്ട്. ആ റിസോർട്ടിന്റെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്ന ഒരു പുള്ളിയുണ്ട്. നമ്മള് കേട്ടായിരുന്നല്ലോ എല്ലാവരും രക്ഷപ്പെടുത്തി 50 ആൾക്കാരെ രക്ഷപ്പെടുത്തിട്ട് അങ്ങനെ ഒരു 4ാമത്തെ പ്രാവശ്യം ഇയാള് പോവാണ്. വീണ്ടും രക്ഷപ്പെടുത്താൻ വേണ്ടി പോകുമ്പോ മുകളിലുള്ള ആൾക്കാരെ എടുക്കാനും വേണ്ടി ഇയാള് വണ്ടിയായിട്ട് പോവാണ്. അപ്പൊ അവിടുന്ന് ആൾക്കാർ പറഞ്ഞേക്കണ് മോനെ ഇങ്ങനെ പോണ്ടെന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെയാണ് പോവാതെ നിൽക്കാന്ന് പറഞ്ഞാല് അത് കരച്ചിലും കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. ഞാൻ ഇങ്ങനെ പോവാതെ നിൽക്കാന്ന് വെച്ചാല് വണ്ടി എടുത്തിട്ട് പോയാണ്. പക്ഷെ 3ാമത്തെ പ്രാവശ്യം പോയപ്പോ വണ്ടി ലാസ്റ്റ് ടൈമിൽ നിങ്ങളൊക്കെ ആരൊക്കെ ആയിട്ട് കോണ്ടാക്ടിലുണ്ടായിരുന്നില്ലേ? 4 ദിവസം മുമ്പ് മിലിറ്ററി റെഡ് കളർ മണ്ണിന്റെ അടിയിൽ കണ്ട് ഞങ്ങൾ പോയി നോക്കിയിരുന്നു. പക്ഷെ സാധാരണ വണ്ടിയല്ല. മിലിറ്ററിക്കാര് ഒരു മേജറൊക്കെ ആയിട്ട് ഓല് പോയിന്. മനു നമ്മളെ ക്ലബിലുള്ള ഒരു നിയാസ് എന്ന് പറഞ്ഞ ഓലക്കാണ് മേൽപ്പാലം രാത്രി പുലർച്ചെ വരെ ഓലെ കൂടെ. ശരി, ഈ ഇന്ത്യൻ മിലിറ്ററിയുടെ ഒരു പ്രവർത്തനം, അതായത് നമ്മളെല്ലാവരും നമ്മൾ ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല, നമ്മൾ ഫേസ് ചെയ്ത് വന്നിട്ടില്ല. ആ പാലം നിർമ്മിച്ചത് ഒരു ഭക്ഷണം പോലും കഴിക്കാതെ വെള്ളബോട്ടിൽ കൊടുത്തിട്ട് വരെ ഇപ്പൊ തൽക്കാലം ഇപ്പൊ വേണ്ടെന്നാ പറഞ്ഞത്. അത് നമുക്ക് ഒരിക്കലും അഭിനന്ദനം എങ്ങനെ പറഞ്ഞാലും മതിയാകാത്ത ഒരു സംഭവമാണ് മിലിറ്ററിന്റെ ആ പ്രവർത്തനം. അതായത് ഒരു അത്രയും നമ്മൾ പറയല്ലോ പട്ടിപ്പണി പറയല്ലോ, നമ്മൾ പൊതുവെ പറയുന്ന കാര്യം, അങ്ങനത്തെ പണിയാണ് അവരെടുത്തിട്ടുള്ളത്. ഓരോ കാര്യങ്ങളും വേറെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അത്ര ബുദ്ധിമുട്ട് ഒരാൾക്ക് വന്നിട്ടില്ല. താൽക്കാലിക പാലം എന്നാണ് അതിന് നമ്മൾ പറയണത്, താൽക്കാലിക പാലം. പക്ഷെ അത് കണ്ടാൽ ആരും പറയില്ല താൽക്കാലിക പാലം, ആരും പറയില്ല. അത്രയും സെറ്റപ്പിലാണ് ഉണ്ടാക്കിയില്ലേ. ഏത് ഫസ്റ്റ് തന്നെ ഓരോ സ്റ്റാലിയോണാണ് കൂടി കയറ്റിട്ടാണ് പോയത് അക്കരക്ക്. അത്രയും വലിയ ട്രക്ക് അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഓരോ വണ്ടി, ആ വണ്ടിയാണ് പോയി അപ്പുറത്ത് പോയി തിരിച്ചു വന്നത്. കുടുങ്ങി അപ്പുറത്ത് പെട്ട് കിടക്കണ്ടായിരുന്നു. പിന്നെ അവിടെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോ കണ്ട ഒരുപാട് ആളുകളുടെ അവസ്ഥകൾ നിങ്ങൾ നേരിട്ടാണ്. അവസ്ഥകൾ എന്ന് പറഞ്ഞാല് പിന്നെ ഇപ്പൊ ഒരു വീട്ടില് എളാപ്പം മുത്തപ്പം അങ്ങനെ ഉണ്ടല്ലോ, ഉപ്പാന്റെ അനിയന് പിന്നെ പെങ്ങള് അങ്ങനെ ഫാമിലി മൊത്തം പോയിട്ട് ഒരാളൊക്കെ ബാക്കിയായതൊക്കെ ഉണ്ട്.
പിന്നെ നമ്മൾ ഈ ഫുഡ് വസ്ത്രങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് അവരെ പോയി പറയുമ്പോൾ എന്താ പറയുക, നമുക്ക് എന്തിനാ ഫുഡ്, എന്തിനാണ് വസ്ത്രം, എന്തിനാണ് വീട്. ഇപ്പം ഒരുപാട് ആളുകൾ വീടുകൾ പിന്നെ കൊടുക്കുന്നുണ്ട്. അത്ര ഫാമിലികൾ അവിടെ ഇല്ല. ഇപ്പം നിലവിലെ ഈ ഓഫർ കേട്ട പ്രകാരം 600, 700, 800 ഒക്കെ വീടുകൾ പിന്നെ ആയിട്ടുണ്ട്. പക്ഷെ അത്ര ഫാമിലികൾ അവിടെ ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രയും ഫാമിലി പോയി. പിന്നെ മെമ്പർമാർ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഇപ്പം പിന്നെ നമ്മളെ വീഡിയോയിൽ കണ്ടതാണ്. ഒരാളെ തൊട്ട് മുന്നിൽ ഇങ്ങനെ കടന്നിട്ട് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. പിന്നെ പുള്ളി പറയണത് എന്താ, ഉപ്പാനും ഉമ്മാനും നോക്കണം, നിങ്ങൾ ഇവിടെ നിൽക്കണം, നിങ്ങൾ രക്ഷപ്പെട്ടോളി എന്ന് പറഞ്ഞിട്ട് അവര് പോയത്. അങ്ങനെ പിന്നെ ഒരു ഫാമിലി ഇവന്റെ കയ്യിലുണ്ട് അതിന്റെ വീഡിയോ. ഇവര് പോണ സമയത്ത് സംസാരിക്കണതാണ്. അതായത് പിന്നെ അവരെ വീട്ടിലെ ഇക്കാരന്റെ വീട്ടിലെ എല്ലാവരും പോയി. അയാളെ കയ്യില് വീടിന്റെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ടാണ് കുട്ടീൻ്റെ ഒരു ബാഗ് ഉണ്ട്. ആ ബാഗ് മുടിച്ചിട്ട് ഇത് പിന്നെ താഴത്ത് സംസാരിക്കാൻ. നേരത്തെ ആരോ പറഞ്ഞു, ഞങ്ങൾ ആദ്യം ഒരു ഇതിങ്ങനെ അഭിപ്രായം പറഞ്ഞു. ഉള്ള ആള് ആരാന്ന് നമുക്കറിയില്ലല്ലോ. നമുക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ എന്തെങ്കിലും അടിച്ചിട്ട് ഇരിക്കുന്ന പോലെ നമുക്ക് ആദ്യം ഫീൽ ചെയ്ത്. ആരാ എന്താന്ന് നമുക്കറിയില്ല. നമ്മൾ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോഴാണ് അറിയണത് പുള്ളിയുടെ വീടുണ്ട് അതിന്റെ സ്ഥലത്ത്. പിന്നെ എല്ലാവരും പോയി, പുള്ളി മാത്രം ബാക്കി. പിന്നെ ബാഗ് പൊടിച്ചിട്ട് കുട്ടീൻ്റെ സ്കൂൾ ബാഗും പൊടിച്ചിട്ട് സംസാരിച്ച് ഇങ്ങനെ കരഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പറയാൻ പറ്റിയ ഒരു ഫീലല്ല നമുക്ക്. ഒരു ബോഡി ഉണ്ട് എന്ന് പറയുമ്പോ അത് അതിൽ ബാക്കിയായ ആൾക്കാരുണ്ടെങ്കിൽ ആ ഒരു ബോഡിയെങ്കിലും കിട്ടിയെങ്കിൽ എന്നുള്ളൊരു ഇതിലാണ്. അത്രയും ഒരു വിഷമിപ്പിക്കുന്ന കാര്യം ഒരു നോക്കിയിട്ട് അതല്ലാതെ നിൽക്കുമ്പോൾ ഒരു മാനസിക വിഷമം ആണെന്ന് പറയുമ്പോഴുള്ള ഒരു എക്സ്പ്രഷൻ അതൊന്നും നമുക്ക് ഒരിക്കലും കണ്ടുക്കാൻ കഴിയില്ല. നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ നമുക്ക് ഇങ്ങനെ ഈ സങ്കടപ്പെടുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അത്ര കണ്ടുകൊണ്ട് ശീലമായിട്ടില്ലല്ലോ. അപ്പൊ അത് കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ഇടങ്ങാറാണ് മനസ്സിന്. അപ്പം സത്യത്തിൽ മനസ്സ് ആൾക്കാർ പറയുമ്പോൾ കല്ലായി പോകും. നമുക്ക് പിന്നെ സങ്കടം പറഞ്ഞ സംഗതി ഇല്ലാതെ കണ്ണീര് വരാത്തൊക്കെ ഒരു അവസ്ഥയായി പോവുകയാണ് നേരിട്ട്. പിന്നെ വേറെ പ്രത്യേകം എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഓടുന്ന വാഹനങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാല് അത് ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് തരാന്ന് പറഞ്ഞൊരു മുക്കത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അങ്ങനെ ഇപ്പം കുട്ടി പിന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ എടുക്കാൻ, കുട്ടികൾ നഷ്ടപ്പെട്ട ആൾക്കാർ മാതാപിതാക്കളുടെ ഏറ്റെടുത്തോളാന്ന് പറഞ്ഞിട്ട് വീട് വെക്കാൻ, അങ്ങനെ നിരന്തരം പല മേഖലയിൽ പല ആളുകളും ഇതിൽ ഉണ്ട്, എത്തിയിട്ടുണ്ട്. പിന്നെ റിസോർട്ടിന്റെ ആൾക്കാർ ഇപ്പൊ ഞങ്ങളവിടെ പിന്നെ ഇത് തെരഞ്ഞ് പോയി കൊണ്ട് നമ്മളവിടെ രക്ഷാപ്രവർത്തനം കഴിഞ്ഞിട്ട് വൈകുന്നേരം അവിടെ ഇവിടെയും കിടക്കരുത്, നമ്മളെ റിസോർട്ട് പോയിക്കോളെ കണ്ട് നമുക്ക് റിസോർട്ടൊക്കെ വിട്ടു തന്നിട്ടുണ്ട്. എന്നാണ് നിങ്ങൾ പോകണെന്ന് വെച്ചാൽ അതുവരെ ഒരു പൈസയും നമ്മളെ ഗ്രൂപ്പിലുള്ള ഒരു മെമ്പർ മാനു, പുള്ളിക്കാട് വയനാട്ടിൽ റിസോർട്ട് ഉണ്ട്. അപ്പൊ ഞങ്ങളത് ആദ്യം പോയപ്പോ താമസിച്ചിരുന്നത് ആർക്കും അങ്ങനെ ഇങ്ങനെ താമസിക്കാനല്ല. അടുത്തുള്ള ഏത് സ്ഥലമാണ് ജസ്റ്റ് ഒന്ന് തല അയക്കാൻ സ്ഥലം കിട്ടുന്നത് അവിടെ തല അയച്ചിട്ട് പോവുക. എല്ലാ പോലീസുകാരാണെങ്കിലും എല്ലാം ചെയ്യുന്ന രീതി അതാണ്. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം രാത്രി ഫുള്ള് ഉറക്കം ഒഴിവാക്കിയിട്ടാണ് അങ്ങോട്ട് പോണത്. പിന്നെ ജസ്റ്റ് ഒരു 1/4 മണിക്കൂർ ജസ്റ്റ് കിടന്നിട്ടുള്ളൂ. അപ്പൊ പുള്ളി പറഞ്ഞ അടുത്ത ദിവസങ്ങൾ മുതൽ നിങ്ങൾ എന്ത് ചെയ്തോളി, ഈ റിസോർട്ടിൽ പോയിട്ട് കിടന്നോളി എന്ന് പറഞ്ഞിട്ട് റിസോർട്ടിന്റെ സൗകര്യങ്ങളൊക്കെ അതുപോലെ പോലീസിനും പിന്നെ വില ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ വിട്ടുകൊടുത്ത പല ആൾക്കാരും ഉണ്ട്. കാര്യങ്ങളൊക്കെ ഉണ്ട്, നിരവധി ആളുകൾ. നമുക്ക് ഈ അടുത്ത കണ്ടൊരു വാർത്തയാണ്, ഒരു വീടിന്റെ ഭിത്തി കുഴിച്ചെടുത്തോണ്ടിരിക്കുമ്പോ അലമാരി പൊളിഞ്ഞപ്പോ അതിനൊരു പേപ്പർ കിട്ടുന്നു. വഴി പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടി എഴുതി വെച്ചിട്ടുള്ള അവിടെ വഴി പോയിട്ട് വീടിന് പരാതി കൊടുത്ത ആളുണ്ടോന്ന് അറിയില്ല. മനുഷ്യന്റെ അവസ്ഥ നമ്മളെ മലയാളികൾക്ക് കുറച്ച് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. സാധാരണ നമ്മൾ ചെറിയ ചെറിയ കാര്യം മതം, രാഷ്ട്രീയം, നിറം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടിന്റെ നിറത്തിലൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ കുത്തി മനുഷ്യനെ കൊന്ന് വെട്ടി കളഞ്ഞോളും. ഒരു ഇങ്ങനത്തെ ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഇതൊന്നും നോക്കൂല, ഒറ്റക്കെട്ടെ. ഇപ്പൊ ഇതുവരെ ആയിട്ട് ആൾക്കാർ ഒരുമിച്ച് ഒരു ബൈക്കിൽ പോകുന്നത് ഈ ഒരു ദുരന്തമായിട്ട് ബന്ധപ്പെട്ടിട്ട് രാഷ്ട്രീയപരമായിട്ടോ ജാതിപരമായിട്ടോ നിലവിൽ പറഞ്ഞത് ഞാൻ കേട്ടില്ല. ഭാവിയിൽ ചിലപ്പോൾ ബന്ധൂടായില്ല, മലയാളികളാണ് ചിലപ്പോൾ. പിന്നെ നിലവില് ബോഡികൾ തിരിച്ചറിയാത്ത ബോഡികൾ, ആരാ എന്താന്ന് അറിയാത്ത കുറെ ബോഡികൾ, അതുപോലെ ബോഡി പാർട്സുകൾ ഇതാരതാന്ന് അറിയാത്തതുകൊണ്ട് പിന്നെ അവിടെ സ്വീകരിച്ച നിലപാട് വളരെ പിന്നെ സന്തോഷകരമാണ്. എല്ലാ മതക്കാരും ഒരുമിച്ച് നിന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് അത് പള്ളിയിലോ അല്ലെങ്കിൽ അമ്പലത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചർച്ചിന്റെ ഇതിലോ അല്ലാതെ സെപ്പറേറ്റ് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇതാക്കി. അതായത് നല്ല ഒരു സംഭവമാണ്. അങ്ങനെ കുറെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റുള്ള ഒരുപാട് നല്ല നല്ല സാധനങ്ങളുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ കാണാൻ പോയിട്ട്, അതായത് കാണികൾ ഇന്നെ കൊണ്ട് ഒരു ആവശ്യം അവിടെ ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും, എന്നിട്ട് അവിടെ പോയിട്ട് ഇത് ദുരന്തം നടന്ന സ്ഥലത്ത് പിന്നെ പ്രവർത്തിക്കാൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള പിന്നെ വണ്ടി പാർക്കിങ്ങുകൾ നമ്മൾ ബുദ്ധിമുട്ടായി നിൽക്കുക. അപ്പം ഈ
അത് നമുക്ക് ഓൾറെഡി നമുക്കൊരു അനുഭവം ഉണ്ട്. അതുകൊണ്ട് ഇവിടെ കൃത്യമായിട്ട് അവരെന്ത് ചെയ്തിന്, വയനാട് ചുരം ഓൾറെഡി അടച്ചു. ആവശ്യക്കാരെ മാത്രമേ ചുരത്തിന് മുകളിലേക്ക് വിടുന്നുള്ളൂ. ഒന്ന് പിന്നെ മേപ്പാടി പറഞ്ഞ ദുരന്തത്തേക്ക് പോണ ഒരു 8-10 കിലോമീറ്റർ ഇപ്പുറം തന്നെ ഒരു ഇതുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ആളുകളെ വെച്ചിട്ട് പിന്നെ ഒരു ബാരിക്കേഡ് വെച്ചിട്ടൊക്കെയാണ് ഇതാക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനം ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ കാര്യപ്പെട്ട ആൾക്കാർക്ക് കയറാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ JCB ഓപ്പറേറ്റർമാരൊക്കെ ഉണ്ടായിനി അവിടെ. ഓരൊക്കെ രാത്രി തിരിച്ചു പോയി പിറ്റേന്ന് രാവിലെ വരുമ്പോ അവരെ വണ്ടികൾ അങ്ങോട്ട് കയറ്റി വിടൂല. അപ്പൊ അത്രയും പാർക്കിംഗ് ഏരിയകളില്ല. ആംബുലൻസ് തന്നെ നിശ്ചിത പിന്നെ ആംബുലൻസ് അതിന്റെ ഭാഗത്ത് ബാക്കി ഇവിടെ ലൈനപ്പ് ആക്കിയിട്ട് നിർത്തിയിട്ടൊക്കെയാണ് പോണേനനുസരിച്ചൊക്കെയാണ്. അപ്പൊ ആംബുലൻസ് വേണം പറയുമ്പോൾ ഉള്ളിൽ 5 5 പുറത്ത് 5 വണ്ടി മാത്രം കടത്തി വിടും. ഒരു സിസ്റ്റമാറ്റിക്. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനത്തെ ഒരു ദുരന്തം. പെട്ടെന്ന് എല്ലാം പക്കയായിട്ട് ചെയ്യാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നില്ല. പക്ഷെ ഒന്നും കൂടി നമ്മള് ശ്രദ്ധിച്ചാൽ അവിടെ നിൽക്കുന്ന ആൾക്കാർ കോൺസ്റ്റബിൾ ആയിട്ട് ഇതിൽ വിട്ട ആൾക്കാർ ഹയർ റാങ്കിലുള്ള ആൾക്കാരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ ഒരു കാര്യവും ആരോടും എടുത്തു ചാടി പറയാൻ പറ്റില്ല. അവർക്ക് അങ്ങോട്ട് ചോദിച്ചു ഇങ്ങോട്ട് ചോദിച്ചിട്ട് അങ്ങനെ തന്നെ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഡിലേ എല്ലാ കാര്യത്തിലും അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, വളരെ ചെറിയൊരു 1-2 കാര്യം കൂടി. ഇനിയിപ്പോ നിങ്ങൾ ഇത്രയും നിങ്ങൾ എന്തൊക്കെ ദുരന്തമുഖത്ത് നിങ്ങൾ ഇപ്പൊ ഫേസ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ? നമ്മള് 18-19 പിന്നെ കൊറോണയുടെ സമയത്ത് കൊറോണക്കൊക്കെ ഞങ്ങൾ ഓടിയിട്ടുണ്ട്. കൊറോണക്ക് ഞങ്ങൾ PP കിറ്റ് ഹോസ്പിറ്റലിൽ ഡയാലിസിസ് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ വേണ്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ വയനാട് മേഖലയില് പുൽപ്പള്ളി അല്ലേ ഇന്നടാ, പുൽപ്പള്ളിയിൽ ഞങ്ങള് പിന്നെ ആദിവാസി സ്കൂളുകൾ, അതായത് ഒരു ബദൽ സ്കൂൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ പുതുക്കി പണിത്, അതായത് മെയിൻ്റെനൻസ് അങ്ങനത്തെ വർക്ക് കാര്യങ്ങള്. പിന്നെ ഈ കൊറോണയുടെ സമയത്ത് കൊറോണയുടെ സമയത്ത് പോലെ പിന്നെ മെഡിസിൻ പാസ് ചെയ്യല്, അതായത് ഞങ്ങളെ മലപ്പുറം ജില്ലേന്റെ ഒരു അതിർത്തി വരെ ആരെത്തിച്ചാലും മലപ്പുറം ജില്ല കഴിയുന്നവരെ ഞങ്ങളാണ് അന്ന് ഓടിയത്. അതും എമർജൻസി മെഡിസിൻ ഒക്കെ ഉണ്ടാവും വണ്ടികൾ ഏത് ഓടാത്ത അന്നത്തെ സമയത്ത്. ഇവര് പറയുകയാണെങ്കിൽ ഇവര് പിന്നെ ചെയ്യാത്ത പ്രവർത്തനങ്ങളില്ല, അതിന്റെ കാര്യപ്പെട്ട ആൾക്കാർ വന്നിട്ടില്ല എന്ന് വിശ്വസിക്കണം. വെറും ഓഫ് റോഡ് വണ്ടി മാത്രല്ല, ട്രാക്ടർ ഉണ്ട്, പിന്നെ അതുപോലെ ബോട്ട് ഉണ്ട്. അതിന് വേറൊരു ശ്രദ്ധ കുറച്ച് മുന്നേ ഏകദേശം ഒരു 1.5 വർഷം മുന്നേ പിന്നെ ഫോറസ്റ്റുകാർ പിടിച്ചിട്ട് ഏകദേശം 6-8 വണ്ടികൾ റിസോർട്ടിന്റെ അടുത്തുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. നമ്മള് മാത്രം ചെറിയൊരു ഷോപ്പ് നടത്തിയത്. അപ്പൊ അത് ഫോറസ്റ്റ് ഒന്ന് ഭയങ്കര സംഭവമാക്കിട്ട് 6 മാസമാണ് നമ്മുടെ വണ്ടികള് അവിടെ ഒരാളുടെ ഒരു പോരായ്മ കൊണ്ട് നമ്മൾ 6 മാസം നമ്മുടെ വണ്ടി കടന്നു. 6 മാസം അത് നമുക്ക് മറക്കാൻ പറ്റില്ല. അവരാണ് ഇപ്പം ഒരാഴ്ച മുമ്പ് വിളിച്ചിട്ട് വിളിച്ചിട്ട് നിങ്ങളോട് വാഹനം പിടിച്ചിട്ട സ്റ്റേഷനിൽ നിന്ന് തന്നെ സഹായത്തിന് വിളിച്ചിട്ട് നിങ്ങൾ എല്ലാരും കുടിച്ചില്ലേ ഇനിയും ചെല്ലും വിളിക്കും. ഓക്കെ, ഇപ്പൊ ഇത്രയും വലിയ ദുരന്തങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നു പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടി, കേരളം പേടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ. അവിടെ അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, നമ്മൾ പോയിട്ട് കാര്യമില്ല. അതായത് നമ്മൾ അവിടെ പോയിട്ട് കാര്യമില്ല. അത് പൊട്ടി കഴിഞ്ഞാല് അത്ര ഹൈറ്റിലാണ് ചളി മൂടാൻ ചാൻസ് ഉള്ളത്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ പോയിട്ട് കാര്യമില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ ഏകദേശം ഒരു 500 മാക്സിമം ഒരു 600 ആൾക്കാരൊക്കെയാണ് ഇപ്പൊ നിലവിലൊരു കണക്ക് പ്രകാരം കാണാനായിട്ടുണ്ട്. കിട്ടിയാലും പോയ ആൾക്കാരാണ്. അത് 6 ലക്ഷത്തിമേ നിൽക്കൂലല്ലോ. അത്രയും 2-3-4 ജില്ല പോകുമ്പോ അതിനൊക്കെ വേണ്ട കാര്യങ്ങൾ ഇപ്പൊ തന്നെ നിലവിൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ട് നമുക്കൊന്നും ആ ബൈക്ക് പിന്നെ പോയിട്ട് പിന്നെ കേരളം തന്നെയല്ലല്ലോ. പിന്നെ കേരളത്തിന്റെ പ്രധാന ഒരു പോസിറ്റീവ് പറയേണ്ടത് അതാണ്, നമ്മളൊരു കാര്യം ഉണ്ടാവുമ്പോഴേ പറ്റിയിട്ടേ നമ്മൾ ഇറങ്ങുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കൂല. എത്രയോ ആളുകൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട, പല കണക്കുകൾ നിരത്തിയിട്ട് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരാൾക്കൊന്നും പറയാല്ല. ഇത് ഇപ്പൊ നോക്കിയിട്ട് അതിന് വേണ്ടത് ചെയ്താലല്ലേ കാര്യം. ഒരിക്കലും എനിക്ക് ഇപ്പോഴും പിന്നെ വിശ്വസിക്കാൻ പറ്റാത്ത നിയമം എന്താ വെച്ചാല്, പണ്ട് ഏതോ ഒരാള് പിന്നെ കുപ്പിയിൽ പെട്രോൾ വാങ്ങിയിട്ട് സ്ത്രീയെ കത്തിച്ചെന്ന് പറഞ്ഞു. നമുക്ക് അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഭയങ്കര വിഷമമുള്ള സംഭവമാണ്. അന്നൊരു നിയമം വന്നെന്ത് പെട്രോൾ പിന്നെ വൈകാരണ ആൾക്കാർ ഈ പെട്രോൾ കൃഷിക്കാര് മോട്ടർ അടിക്കാൻ കൊണ്ടുപോകണം, ജനറേറ്റർ വയ്ക്കണ്ടേ, അത് കൊടുക്കൂല, ക്യാനിൽ കൊടുക്കൂല. അപ്പൊ അങ്ങനത്തെ തീരെ താല്യം ഒരാളെ കത്തിക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ അവനാ ഉപയോഗിക്കുന്ന വണ്ടി 100 എടുത്തൂടെ?
നിയമങ്ങൾ ചില നിയമങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരിയാവേ. ബസ്സിന്റെ വൈറ്റ് പെയിന്റ് അടിക്കാറില്ല അതിലൊന്നും ഒരു കാര്യമില്ല. ലോജിക്ക് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതല്ല, അതൊക്കെ കുറെ മണ്ടത്തരങ്ങള് അതെ, ബൈക്കിന്റെ പുറകിൽ ഇരുന്നാണ്ട് സംസാരിക്കാൻ പറ്റൂല. അപ്പൊ അപകടം വരുന്ന രീതിയിലുള്ള സംസാരം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയത് പിന്നെ തരംതിരിക്കുക? അതാണ് അത് കാമുകമൊക്കെ ആണ് തോന്നുന്നുണ്ട്. അതില് ബലിയാടാവുന്നത് നമ്മളാണ്. അങ്ങനെ കുറച്ച് സംഭവങ്ങള് മലയാളമാണ് നമ്മളാണ്. നിയമങ്ങള് ഭയങ്കര ഒരു തമാശയാണ് സംഭവം. എല്ലാ നിയമം അങ്ങനെ ബസ്സിന്റെ കാര്യമായാലും ഇതാണ്. 2 സംസ്ഥാനങ്ങള് തമിഴ്നാട് പിന്നെ കർണാടക ഓഫ് റോഡ് വണ്ടിയെ അവിടെ ഓടുന്നുള്ളൂ ഫുള്ള്. അവിടെയൊക്കെ ഇവന്റ് ഉണ്ടാവുമ്പോഴേ ഇപ്പൊ ഇതില് വേറൊരു സംഗതി പറയേണ്ടത് എന്താ വെച്ചാല് ഇപ്പൊ വേൾഡിലെ ഏറ്റവും ടഫസ്റ്റ് റേസിൽ പെട്ടൊരു റേസാണ് ഗോവയില് എല്ലാ വർഷം നടക്കുന്ന RFC, അതായത് റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട്. അതായത് അത്രയും റിസ്കി അപകടം നിറഞ്ഞൊരു ഒരു ഓഫ് റോഡ് മത്സരമാണ്. അത് ഹെവി മത്സരമാണ്. ആ മത്സരത്തിൽ കേരളത്തിൽ 4-5 ഓരോ വർഷം പോകലുണ്ട്. ഈ പ്രാവശ്യം പോയത് 2 ആൾക്കാരാണ്. പല കാരണങ്ങളും 2 ആൾക്കാർക്കേ പോകാൻ പറ്റിയിട്ടുള്ളൂ. ആ പോയ 2 ആള്, ഒരാൾ ഫസ്റ്റ്, ഡോക്ടർ ഫഹദ്, മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ ഭാഗത്തുള്ള ഒരാളാണ്. ഡോക്ടർ ഫഹദാണ് ഫസ്റ്റ് അടിച്ചത്. ഈ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു 10 ദിവസം ടോട്ടൽ ഉണ്ടാവും. അതായത് 6-7 ദിവസം, ഒരു ദിവസം 4 ട്രാക്ക് ഓടണം. അത് അത്രയും റിസ്ക് ഉള്ള സംഭവമാണ്. അങ്ങനെ ഓടിയിട്ട് ഫസ്റ്റ് അടിച്ചത് ഈ ഡോക്ടർ ഫഹദാണ്. അത് കേരളം. ഓക്കെ, 2ാമത് അരുണാചൽ പ്രദേശ് പോയി. 3ാമത് കിട്ടിയത് നമ്മളെ കൂടെ ഉള്ള കേരളത്തിലുള്ള കോട്ടയം ജില്ലയിലുള്ള ആനന്ദ് മാഞ്ഞൂരാനാണ്. അപ്പൊ അത്രയും ടാലന്റഡ് ഉള്ള ഡ്രൈവർമാരും ഇതിനും വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ്. അതിനനുസരിച്ചുള്ള ഒരു നിയമം നമ്മൾ എടുത്തില്ല. പിന്നെ ഓൾ ഇന്ത്യയിൽ മറ്റുള്ള സ്റ്റേറ്റിൽ നടക്കുന്ന ഇവന്റുകൾ വരെ നമ്മൾ പോകുന്നുണ്ട്. ഇവിടെയൊക്കെ നടക്കുന്ന ഇവന്റുകൾ പറഞ്ഞാൽ സ്റ്റേറ്റിലെ ഗവൺമെന്റും പോലീസുകാരൊക്കെ സപ്പോർട്ടാണ്. ഇപ്പൊ ഒരു ലൊക്കേഷനും വണ്ടികൾ റോഡിലൂടെ ഓടിച്ചു പോകും. സിഗ്നൽ കട്ടാക്കി കൊടുക്കും. സിഗ്നൽ ഈ വണ്ടികളൊക്കെ പോകാൻ വേണ്ടി കോൺവേ തെറ്റാതൊക്കെ വേണ്ടി സിഗ്നൽ എല്ലാം ബ്ലോക്ക് ആക്കിയിട്ട് ഈ വണ്ടികളെ കടത്തിയിട്ടാണ് ഫുൾ സപ്പോർട്ട്. നമ്മളെ നാട്ടിലാകുമ്പോഴാണ് ഈ വരുന്ന പ്രശ്നങ്ങളൊക്കെ. നമ്മളെ നാട്ടിൽ ഇപ്പോൾ നമ്മളെ ക്ലബിലുള്ള ഒരു മെമ്പർ അവരെ നാട്ടിലൊരു ഇവന്റ് നടത്തിയപ്പോൾ അത് ബ്ലോക്കായി തുടങ്ങി ഒരു 10-20 വണ്ടി ആയപ്പോൾ അത് ക്ലോസ് ആക്കി. ഫണ്ടും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട്. പിന്നെ മന്ത്രി നമ്മളെ കൂടെ കട്ടക്ക് ഉണ്ട്. ഇപ്പൊ ഒരു മാസം മുന്നേ നമ്മളെ പരിപാടിയിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഈ വീഡിയോകള് മൂപ്പര് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് നമ്മൾ ഈ ചെറുവാടിനും കേൾട്ടനൊക്കെ അത് പുൽപ്പള്ളി ഉണ്ട് തോന്നുന്നത് കൊളാബ് മൂപ്പര് ഇതിലിട്ടിട്ടുണ്ട്. സപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ ഈ സമയമായപ്പോ കുറെ നാട്ടുകാർക്ക് അപകടം പറ്റുന്നതിന് മുന്നേ നമ്മളോട് സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്. അത് ഇതെല്ലാം ഒന്ന് ലീഗലൈസ് ചെയ്യാം എന്നൊരു ടൂറിസ്റ്റ് മേഖലക്ക് ഇത് വലിയൊരു മുന്നേറ്റം കാണുന്നുണ്ട് എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അത് സംസാരിച്ചിട്ട് നമ്മളെ കൂടെ എല്ലാ പരിപാടി കാണാനും അതുപോലെ ഈ പരിപാടിയിൽ വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് ഓടിക്കാനൊക്കെ ട്രാക്ക് വണ്ടിയിൽ ഇരുന്നിട്ട് ആ ട്രാക്ക് ഓടിച്ചൊക്കെ കയറി പോയി. അതുപോലെ MLA വണ്ടി ഓടിച്ച ആളാ. അതേമാതിരി കളക്ടർ, കോഴിക്കോട് ജില്ലാ കളക്ടർ, അവർക്കൊക്കെ സംഗതി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പക്ഷെ മൂപ്പർക്ക് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. മൂപ്പര് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും ഇവരുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു ദുരന്ത മേഖലയിലേക്ക് എല്ലാം കുടുംബവും എല്ലാം മറന്ന് സ്വന്തം വാഹനത്തിൽ ചെന്ന് ജീവൻ മരണ പോരാട്ടത്തിൽ ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ഇങ്ങനെ ഒരുപാട് ദുരന്തമുഖങ്ങളാണ് ഇവരെല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം കഴിഞ്ഞ് റോട്ടിലോട്ട് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നിയമപരമായിട്ട് ഇവർ ചിലപ്പോൾ പലതും നേരിടേണ്ടി വരും. ഒരുപാട് ഫൈനുകൾ അടയ്ക്കേണ്ടി വരും. എന്തൊക്കെ ഉണ്ടെങ്കിലും ഇനിയും ഒരു അപകടം ഉണ്ടായാൽ ഞങ്ങൾ എല്ലാവരും ഓടിയെത്തും. ആ ഒരു വിശ്വാസം ഇവിടുത്തെ എല്ലാ നാട്ടുകാർക്കും ഉണ്ട്, അല്ലെ? നിങ്ങൾ എന്തായാലും എത്തും. എന്തൊക്കെ വന്നാലും പറ്റുമെങ്കിൽ നിയമം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് കുറച്ചൊരു വിട്ടുവീഴ്ച ചെയ്യുക. അത് നല്ലതിന് വേണ്ടി മാത്രം. ഈ നിയമം ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ പോലെയല്ല, ഞങ്ങളുടെ നാടിനും നാട്ടുകാർക്കും വേണ്ടി മാത്രം കുറച്ച് നിയമപരമായിട്ട് എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാൻ മാത്രമാണ് ഇവരെല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇനി ഇതുപോലത്തെ ദുരന്തങ്ങൾ നിങ്ങൾ ചെയ്ത ഈ പ്രവൃത്തി എത്ര പ്രശംസിച്ചാലും മതിയാവത്താണെങ്കിലും ഒരുപാട് പേർക്കൊക്കെ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് പേരൊക്കെ അവർ ഫേസ് ചെയ്തിട്ടില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും. അപ്പൊ എന്തായാലും ഇനിയും നിങ്ങൾ ഓരോരുത്തരുടെ വിളിയിൽ നിങ്ങൾ ഓടിയെത്തട്ടെ. നിങ്ങൾ എന്തെന്നുള്ള വിശ്വാസത്തിലായിരിക്കും ഓരോരുത്തരും നിൽക്കുന്ന ആൾക്കാർക്ക് ഞങ്ങള് കാലം കഴിയുമ്പോൾ ഞങ്ങള് എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവട്ടെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. എന്നാലും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ടീം ജാങ്കോ സ്പേസിന്റെ പേരിലും ഞങ്ങളുടെ പ്രേക്ഷകരുടെ പേരിലും വലിയൊരു നന്ദി തന്നെ അറിയിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.